നമസ്കാരം. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്കൊരുങ്ങി രാജ്യ തലസ്ഥാനം. നാളെ രാത്രി 7:15 മോദിയുടെ മൂന്നാം ഊഴം ആരംഭിക്കും. ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായി മൂന്നാം വട്ടവും പ്രധാനമന്ത്രി കസേരയിൽ ഏറുമ്പോൾ മോദിക്ക് മുൻപത്തെ പോലെ എളുപ്പമാകുമോ മുന്നോട്ടുള്ള വഴി? 2014-ലും 2019-ലും ഒറ്റയ്ക്ക് ഭരിക്കാൻ ഭൂരിപക്ഷം ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതല്ല സാഹചര്യം. ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ഘടകകക്ഷികളെ പിണക്കാതെ നോക്കണം. ഒപ്പം നിൽക്കുന്നവരാകട്ടെ അവസരത്തിനൊത്ത് പലകുറി മറുകണ്ഠം ചാടിയിട്ടുള്ളവരാണ്. സഖ്യകക്ഷികളുമായുള്ള ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് രാത്രി വൈകിയോ നാളെ ഉച്ചയ്ക്ക് മുമ്പോ മന്ത്രിമാരുടെ പട്ടിക പുറത്തു വന്നേക്കും എന്നാണ് വിവരം. അതേസമയം പ്രതിപക്ഷ സ്ഥാനത്തേക്ക് ഇത്തവണ രാഹുൽ ഗാന്ധി തന്നെ എത്തും എന്നുള്ളതാണ്. പ്രവർത്തക സമിതി ഐക്യകണ്ഠേനയാണ് പ്രമേയം പാസാക്കിയിട്ടുള്ളത്. തിളങ്ങുമോ മോദിയുടെ മൂന്നാം സർക്കാർ എന്നാണ് പ്രൈം ഡിബേറ്റ് പരിശോധിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസ് നേതാവ് നിജേഷ് അരവിന്ദ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ആനന്ദ് കൊച്ചുകുടി, BJP നേതാവ് യുവരാജ് ഗോകുൽ എന്നിവരാണ്. ആദ്യം ശ്രീ ആനന്ദ് കൊച്ചുകുടി. 2014-ലും 2019-ലും മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ അതിൽ ആത്യന്തികമായി തീരുമാനം എടുത്തത് BJP തന്നെയായിരുന്നു. അപ്പോഴും മാധ്യമങ്ങൾക്ക്, പ്രത്യേകിച്ച് ദേശീയ മാധ്യമങ്ങൾക്കടക്കം ആരൊക്കെയാണ് അവരുടെ മന്ത്രിസഭയിൽ ഉണ്ടാവുക എന്നത് അറിവുണ്ടായിരുന്നില്ല. സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് മാത്രമാണ് ചില പേരുകളെങ്കിലും മാധ്യമങ്ങൾക്ക് പോലും ലഭിച്ചത്. അങ്ങനെയാണ് കഴിഞ്ഞ 2 തവണയും മോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തത്. പക്ഷേ ഇത്തവണ സാഹചര്യം വ്യത്യസ്തമാണ്. ഒറ്റയ്ക്ക് ഭരിക്കാൻ BJPക്ക് ഭൂരിപക്ഷമില്ല എന്നുള്ളത് താങ്കൾക്കും അറിയാമല്ലോ. ഇപ്പോഴും സഖ്യകക്ഷികളുമായുള്ള ചർച്ചകൾ തുടരുന്നു എന്നാണ് നമുക്ക് ഡൽഹിയിൽ നിന്ന് BJP കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ 2014-ലെയും 2019-ലെയും പോലെ ഒരു സസ്പെൻസ് ആണോ ഇപ്പോൾ BJP നിലനിർത്തുന്നത്? അങ്ങനെ നിരീക്ഷിക്കുന്നതാണോ? സഖ്യ ചർച്ചകൾ അതിൻ്റെ അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കാനാണോ താങ്കൾ താല്പര്യപ്പെടുന്നത്? അഭിലാഷ്, ഈ 2024-ലെ മാൻഡേറ്റ് എന്ന് പറയുന്നത് NDAക്കുള്ള മാൻഡേറ്റ് ആണ്. അത് ഒരു BJP സർക്കാരിന്റെ അബ് കി ബാർ 400 പാർ, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ കിട്ടിയ 303 സീറ്റിനേക്കാൾ പോലും ഗണ്യമായ കുറവ്, 63 സീറ്റുകൾ BJPക്ക് തന്നെ കുറവുണ്ട്. അപ്പോൾ എന്തായാലും അത് BJPക്ക് മാത്രമായിട്ട് ഒരു രഹസ്യമായിട്ട് വെക്കാൻ അവർക്ക് അത്ര എളുപ്പമല്ല. കാരണം സഖ്യകക്ഷികളുടെ എങ്കിലും കാര്യങ്ങൾ കുറച്ചൊക്കെ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. ഇപ്പം 2014-ലെ കാര്യമെടുത്താൽ അന്ന് സുഷമ സ്വരാജിന് തന്നെ മന്ത്രിസഭയിലേക്ക് പ്രാതിനിധ്യം കിട്ടിയത് അന്ന് RSS ഇടപെട്ടത് കൊണ്ടാണ് എന്ന് പിൽക്കാലത്ത് പുറത്തു വന്നതാണ്. അന്ന് ജയിച്ചു വന്ന, കാൺപൂരിൽ നിന്ന് ജയിച്ചു വന്ന മുരളി മനോഹർ ജോഷി, ഗാന്ധിനഗറിൽ നിന്ന് ജയിച്ചു വന്ന LK അഡ്വാനി, ഇവരെയൊക്കെ ഒറ്റയടിക്ക് BJPയുടെ തന്നെ ഭരണഘടനയിൽ ഇല്ലാത്ത മാർഗദർശക് മണ്ഡൽ എന്ന ഒരു പ്രത്യേക സംവിധാനം, പ്രത്യേക ബോഡി, ആ മാർഗദർശക് മണ്ഡലിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഉപദേശിക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ്. അങ്ങനെ അതാണ് അതിന്റെ മാർഗദർശൻ എന്ന് പറഞ്ഞാൽ തന്നെ ഹിന്ദിയിൽ അതാണ് അർത്ഥം വരുന്നത്. അപ്പോൾ അവരെയൊക്കെ അങ്ങനെ ഒരു മാർഗദർശക് മണ്ഡലിലേക്ക് മാറ്റുകയും അരുൺ ഷോറി, സുബ്രഹ്മണ്യൻ സ്വാമി എന്ന് പറയുന്ന 2 പ്രമുഖ നേതാക്കൾ അന്ന് ക്യാബിനറ്റിൽ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന 2 പേരാണ്. യശ്വന്ത് സിൻഹ മൂന്നാമത്തെ ആളാണ്. ജസ്വന്ത് സിംഗ് അന്ന് തന്നെ BJPയുമായി പിണങ്ങിയിരുന്നു. പക്ഷെ ഇവർക്കൊന്നും അന്ന് ക്യാബിനറ്റിൽ വരാൻ പറ്റിയില്ല. 75 എന്ന് പറയുന്ന ഒരു പ്രായം, ഏജ് ലിമിറ്റ് BJP ഉണ്ടാക്കി, അല്ലെങ്കിൽ നരേന്ദ്രമോദിയും അമിത്ഷായും കൂടി, പ്രത്യേകിച്ച് നരേന്ദ്രമോദി പ്രധാനമന്ത്രി കൺസീവ് ചെയ്ത് ഉണ്ടാക്കി. അത് 75-ൽ താഴെയുള്ള ആൾക്കാർക്കാണ് മന്ത്രിസഭയിലേക്ക് അംഗത്വം കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അരവിന്ദ് കെജ്രിവാൾ അടക്കം ഉയർത്തിക്കാണിക്കുകയും റിട്ടയർമെന്റ് ഉണ്ടാകുമോ എന്ന് ചോദിക്കുകയും ചെയ്തത്. അതെ, അന്നത്തെ സാഹചര്യവും ഇപ്പോഴത്തെ സാഹചര്യവും വ്യത്യസ്തമാണ്. കാരണം 10 വർഷം കഴിഞ്ഞപ്പോൾ
നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പോൾ 74 വയസ്സിൽ നിൽക്കുകയാണ്. അടുത്ത സെപ്റ്റംബർ 11-ന് അദ്ദേഹം 75 വയസ്സ് പൂർത്തിയാകും. പക്ഷേ ഇപ്പോൾ പറയുന്നത് അദ്ദേഹം 2029 വരെ ഭരിക്കുമെന്നും അതിനുശേഷം വീണ്ടും അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകുമെന്നാണ് BJP പറയുന്നത്. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് 2014 ഇതുപോലെ പലരുടെയും പേരുകൾ പറഞ്ഞു കേട്ടിരുന്നു. പക്ഷേ അത് ഒരു BJP സർക്കാർ എന്ന നിലയ്ക്ക്, അതായത് പ്രധാനമന്ത്രി മോദിയുടെ തന്നെ പൂർണ്ണ നിയന്ത്രണമുള്ള ഒരു സർക്കാർ എന്ന നിലയ്ക്ക് പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദിയും അന്ന് BJP അധ്യക്ഷനായിരുന്ന രാജ്നാഥ് സിംഗിന് ആഭ്യന്തരവും അമിത്ഷായ്ക്ക് ഡിഫൻസും, അല്ല അമിത്ഷാ അന്ന് BJP അധ്യക്ഷനായിട്ട് വരികയാണ് ചെയ്തത്. അന്ന് അദ്ദേഹത്തിന് മന്ത്രിസഭയിലേക്ക് അംഗത്വം ഉണ്ടായിരുന്നില്ല. അങ്ങനെ പല എന്താ പറയുന്ന BJPയുടെ തന്നെ ഒരു ക്രീം ഓഫ് അവരുടെ ഏറ്റവും സീനിയർ നേതാക്കളെ മൂലക്കിരുത്തി ഉണ്ടാക്കിയ ഒരു മന്ത്രിസഭയായിരുന്നു അന്ന്. അതുകൊണ്ടൊക്കെ തന്നെയാണ് മാധ്യമങ്ങൾക്ക് പല വിവരങ്ങളും കിട്ടാതിരുന്നതും. അത് പിൽക്കാലത്ത് അരുൺ ഷൂറി അതിനെക്കുറിച്ച് പറഞ്ഞത് അത് 2.5 മനുഷ്യരുടെ ഗവൺമെന്റ് ഓഫ് 2.5 men, 2 പേര് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP അധ്യക്ഷൻ അമിത്ഷായും അരയായിട്ട് കൂട്ടിയത് അരുൺ ജെയ്റ്റ്ലിയുമാണ്. അപ്പൊ അന്ന് അദ്ദേഹത്തെ, അരുൺ ജെയ്റ്റ്ലി എന്ന് പറയുന്ന വളരെ പ്രഗത്ഭനായ ഒരു വക്കീലിനെയാണ് അന്ന് ധനകാര്യ മന്ത്രാലയം ഏൽപ്പിച്ചത് എന്നൊക്കെയുള്ളത്. പിൽക്കാലത്ത് ഒത്തിരി കാര്യങ്ങൾ അതിനുശേഷം നടന്നു. 2019 ആഭ്യന്തരമന്ത്രി സ്ഥാനത്തേക്ക് അമിത്ഷാ വരുന്നു. ആഭ്യന്തരമന്ത്രിയായിരുന്ന രാജ്നാഥ് സിംഗിന് ഡിഫൻസ് മിനിസ്ട്രി കൊടുക്കുന്നു. അങ്ങനെ അന്ന് വേറൊരു അരുൺ ജെയ്റ്റ്ലിയുടെ നിർദ്ദേശപ്രകാരം, ആഗ്രഹപ്രകാരം സീതാരാമനെ ധനകാര്യ മന്ത്രാലയം ഏൽപ്പിക്കുന്നു. 2019 ഒരു വലിയ വിജയമായിരുന്നു. ആരും പ്രതീക്ഷിക്കാത്ത, അല്ലെങ്കിൽ കോൺഗ്രസ് ഒക്കെ ഞെട്ടിത്തരിച്ച ഒരു വിജയമായിരുന്നു 2019. 2019 അത് കാരണം നരേന്ദ്രമോദിയുടെ കരങ്ങൾ അതിനേക്കാൾ ശക്തമായിരുന്നു. അദ്ദേഹത്തിന് എന്തും തീരുമാനിക്കാവുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. RSSനെ പോലും ഒരു പരിധിവരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ലാതെ, അല്ലെങ്കിൽ 2014 സുഷമ സ്വരാജിനെ പോലെ അവർക്ക് ഇടപെടേണ്ടി വരണ്ടാത്ത ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് സ്പീക്കർ സ്ഥാനത്തിന് TDP മുൻകൈ എടുക്കുന്നു. അതെന്താണ്? സ്പീക്കർ സ്ഥാനമുണ്ടെങ്കിൽ ആ പാർട്ടിയെ തന്നെ BJPക്ക് പിളർത്താനുള്ള കഴിവ്, അല്ലെങ്കിൽ ആ പിളർത്തി അവരെ എന്താ പറയുന്ന ഈ BJP NCPയെയും ശിവസേനയെയും എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്, അതുപോലെ TDPയെയും ഇപ്പോൾ JDUവിനെയും നരേന്ദ്രമോദി ധൃതരാഷ്ട്ര ആലിംഗനം ചെയ്ത ആ പാർട്ടിയെ പിളർത്തി 2 കഷ്ണമാക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുമോ എന്നുള്ള ഒരു സന്ദേഹം പലർക്കുമുണ്ട്. ഇന്നലെ ആദിത്യ ഠാക്കറെ പറഞ്ഞൊരു കാര്യം അതാണ്. അതായത് TDPക്ക് സ്പീക്കർ സ്ഥാനമെങ്കിലും അവർ നേടിയെടുക്കണം. അങ്ങനെ വന്നാൽ ഈ അയോഗ്യത കൽപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ, പ്രത്യേകിച്ചും പ്രതിപക്ഷത്തിന് അവരെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ഉൾപ്പെടെ. അതെ, അത് മാത്രവുമല്ലല്ലോ, ഇപ്പോൾ 2019 ലോക്സഭ 2019 ഇപ്പോൾ ഓം ബിർള ലോക്സഭാ അധ്യക്ഷനായതിനു ശേഷം നടന്നിട്ടുള്ള സസ്പെൻഷനുകളുടെ പട്ടിക പരിശോധിച്ചാൽ അത് ഒരുപക്ഷെ പാർലമെന്റിന്റെ ചരിത്രത്തിൽ തന്നെ ഇല്ലാത്ത തരത്തിലാണ്. പല പ്രതിപക്ഷ നേതാക്കളും എതിരഭിപ്രായങ്ങൾ പറയുമ്പോൾ അവരെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു നടപടി ഉണ്ടായിരുന്നു. തീർച്ചയായും അത് കേരളത്തിൽ നിന്നൊക്കെയുള്ള MP-മാർ പലപ്പോഴും അവര് പല ദിവസത്തേക്കൊക്കെ പാർലമെന്റിന്റെ ദൃശ്യങ്ങൾ കാണിക്കാതെ, അതെ ഒന്നിൽ കൂടുതൽ, എനിക്കൊന്ന് പ്രതാപൻ 3 തവണ സസ്പെൻഷനിലായ ഒരു കാര്യം ഞാൻ ഓർക്കുന്നു. അപ്പോൾ ഈ പാർലമെന്റിലെ ലോക്സഭയിലെ ദൃശ്യങ്ങൾ പോലും ലോക്സഭ TV കാണിക്കാതെ, പ്രതിപക്ഷാംഗങ്ങളുടെ പ്രൊട്ടസ്റ്റുകൾ, അവര് പ്രതിഷേധിക്കുന്നത് ഒന്നും വിഷ്വൽസ് കാണിക്കാതെ, അവർക്ക് പ്ലാക്കാർഡുകൾ സ്പീക്കറുടെ തലയുടെ മുന്നിൽ, മുഖത്തിന് മുന്നിൽ പിടിക്കേണ്ടി വരുന്ന ദാരുണമായ ദയനീയമായ അവസ്ഥയായിരുന്നു കഴിഞ്ഞ ലോക്സഭയിൽ ഉണ്ടായിരുന്നത്. ഓം ബിർള ആണെങ്കിൽ പ്രധാനമന്ത്രി കൽപ്പിക്കുന്നത് വേദവാക്യമാക്കിയെടുക്കുന്ന, സ്പീക്കറുടെ തന്നെ പദവിക്ക് നിരക്കാത്ത രീതിയിൽ പ്രവർത്തിച്ച ഒരു സ്പീക്കറായിരുന്നു. എന്നാൽ 98 അന്ന് TDPയുടെ സ്പീക്കറായി വന്ന GMC ബാലയോഗിയൊക്കെ സ്പീക്കർ പദവിയുടെ ഒക്കെ ഒരു എന്താ പറയുക ഓറ കുറച്ചുകൂടി വർദ്ധിപ്പിച്ച ഒരു നേതാവായിരുന്നു. അതിനുശേഷം സോംനാഥ് ചാറ്റർജിയും പലരും വന്നിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ തവണത്തെ ഈ ഓം ബിർളയേക്കാൾ ഒരു നല്ല ഓൾട്ടർനേറ്റീവ് പ്രതിപക്ഷവും പ്രതീക്ഷിക്കുന്നു. TDPയും JDUവും അവരുടെ തന്നെ നിലനിൽപ്പിനും അസ്തിത്വത്തിനും അവർക്ക് സ്പീക്കർ പദവി കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരിക്കും. പക്ഷേ BJP ഇപ്പോൾ അവർക്ക് വളരെ മോഹനമായ വാഗ്ദാനങ്ങളൊക്കെ കൊടുത്ത് സ്പെഷ്യൽ സ്റ്റാറ്റസ്, പ്രത്യേക പദവി ആന്ധ്രാപ്രദേശിനും ബീഹാറിനും നൽകും എന്നൊക്കെ പറഞ്ഞ് മിക്കവാറും അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും പിന്നീട് ഈ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ജാർഖണ്ഡിലും
തെരഞ്ഞെടുപ്പ് വരികയാണ്. ആ തെരഞ്ഞെടുപ്പിലേക്കാണ് പ്രതിപക്ഷം ഉറ്റുനോക്കുന്നത്. ആ 3 സംസ്ഥാനങ്ങളിൽ BJP തോൽപ്പിക്കാൻ പറ്റിയാൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഏകനാഥ് ഷിൻഡെയുടെ MP-മാരും NCPയുടെ ഇപ്പോൾ ഏക MP ആയിട്ട്, അതായത് അജിത് പവാർ വിഭാഗത്തിന്റെ ഏക MP ആയിട്ട് ജയിച്ചിട്ടുള്ള ആ MP-യെ ഒക്കെ മറുപക്ഷത്തേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നൊക്കെയുള്ള കണക്കുകൂട്ടൽ പ്രതിപക്ഷത്തിനുണ്ടാകും. അപ്പോൾ വളരെ ഒരു ആകാംക്ഷാഭരിതമായിട്ടുള്ള ഒരു കുറച്ച് മണിക്കൂറുകളാണ് ഇനി ബാക്കിയുള്ളത്. സ്പീക്കർ പദവി ഇതേതെങ്കിലും ഈ TDPക്ക്, പ്രത്യേകിച്ചും TDPക്ക് കിട്ടുമോ? NDA കൺവീനർ പദവി JDU-വിന് കിട്ടുമോ? KC ത്യാഗിയെ പോലെ ആർക്കെങ്കിലും കിട്ടുമോ? അതായത് അതുകൊണ്ടാണ് ശ്രീ ആനന്ദ് കൊച്ചുകൂടി ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്, താങ്കളുടെ ഒരു നിരീക്ഷണത്തിൽ 2019 നേരത്തെ തന്നെ ധാരണയാക്കി വെച്ചിട്ടുള്ള ഒരു മന്ത്രിസഭ അതായിരിക്കുമോ നാളെ വൈകിട്ടും ചുമതലയേൽക്കാൻ പോകുന്നത്? അതിനപ്പുറത്ത് ഇപ്പോഴും കൃത്യമായൊരു പിക്ചറിലേക്ക് എത്തിയിട്ടുണ്ടായിട്ടില്ല, അല്ലെങ്കിൽ എത്തിയിട്ടില്ല എന്ന റിപ്പോർട്ടുകളെ താങ്കൾ ഒരു പരിധിവരെയെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നുണ്ട്. BJPയുടെ പാർലമെന്ററി ബോർഡ് മീറ്റിംഗ് കൂടുന്നുണ്ട്. പക്ഷേ BJPയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് 2-3 പേര് തന്നെയാണ് ഇപ്പോഴും. അത് പ്രധാനമന്ത്രി മോദിയും അമിത്ഷായും പിന്നെ ഒരു പരിധി വരെ രാജ്നാഥ് സിംഗും പിന്നെ അതുപോലെ ഇത്രയും പേരൊക്കെ കൂടിയാണ്. ഇനിയിപ്പോൾ മറ്റാർക്കെങ്കിലും അതിൻ്റെ അകത്ത് എന്തെങ്കിലും സേ ഉണ്ടോ? BL സന്തോഷിന് എന്തെങ്കിലും സേ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ 3-4 പേര് കൂടി തന്നെയാണ് തീരുമാനിക്കുന്നത്. ഈ ഒഡീഷയിൽ നിന്ന് 2 പാർലമെന്ററി ബോർഡിൽ 2 അംഗങ്ങളുണ്ട്. അവർ കൂടി ഉൾപ്പെട്ട പാർലമെന്ററി ബോർഡാണ് ഇന്നലെ ചേർന്നതെന്ന് അറിയുന്നു. അപ്പോൾ ഒഡീഷയിലെ അടുത്ത മുഖ്യമന്ത്രി, ഒഡീഷയിൽ സംസ്ഥാനത്തും BJPക്ക് അധികാരം കിട്ടിയിട്ടുണ്ട്. അവിടെ ആരാണ് മുഖ്യമന്ത്രി? ധർമ്മേന്ദ്ര പ്രധാൻ ആയിരിക്കുമോ? അതെയോ ജയ് പാണ്ഡയെ പോലെയുള്ള ഒരു മറ്റൊരു നേതാവായിരിക്കുമോ? ഇതൊക്കെ വലിയ ആകാംക്ഷ ഉള്ള കാര്യമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ഈ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. കാരണം സ്പീക്കർ പദവി കൊടുക്കാതെ ഈ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയിൽ വരുന്ന 4 റേസിനക്കുന്നിൽ ഉള്ള 4 മന്ത്രി വകുപ്പുകൾ, പ്രധാന വകുപ്പുകൾ കൊടുക്കാതെ എങ്ങനെയാണ് TDPയെയും JDU-വിനെയും കൈകാര്യം ചെയ്യുന്നത്? അത് മാത്രമല്ല, മറ്റ് ചെറുകക്ഷികൾക്ക് മറ്റു പല ആഗ്രഹങ്ങളുമുണ്ട്. അപ്പൊ അവരെല്ലാം എത്ര മിനിസ്ട്രി അവർക്ക് വേണ്ടി മാറ്റിവെക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും ചർച്ച നടക്കുകയായിരിക്കും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായും അങ്ങനെ ചെറുകക്ഷികൾ ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിൽ ക്യാബിനറ്റ് പദവി അടക്കം ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരങ്ങൾ. ശ്രീ യുവരാജ് ഗോകുൽ, ഇപ്പോഴും ചർച്ചകൾ തുടരുന്നു മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് എന്ന് തന്നെയാണ് ഡൽഹിയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഇൻപുട്ടുകൾ. അത് വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഉൾപ്പെടെ ആഭ്യന്തരമാകട്ടെ, പ്രതിരോധം, റെയിൽവേ, ഗതാഗതം, ധനകാര്യം, IT പോലെയുള്ള വകുപ്പുകളിൽ ഉൾപ്പെടെ സഖ്യകക്ഷികൾക്ക്, JDU-വിനും TDPക്കും ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികൾക്ക് കൃത്യമായി കണ്ണുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 2 ടേമിൽ നിന്ന് വ്യത്യസ്തമായി മന്ത്രിസഭാ രൂപീകരണത്തിലടക്കം BJP വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണോ? ഇന്ത്യൻ രാഷ്ട്രീയം എന്ന് പറയുന്നത് വെല്ലുവിളികളെ നേരിടാതെ മുമ്പോട്ട് പോകാൻ കഴിയുന്ന ഒന്നല്ല. തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു ജനാധിപത്യ രാജ്യത്ത് ഒരു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു സർക്കാർ രൂപീകരണത്തിലേക്ക് പോകുന്ന സമയത്ത് അത് പ്രത്യേകിച്ച് ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയുടെ ഒരു സ്വഭാവം ഒരു പരിധിവരെയെങ്കിലും കാണിക്കുന്ന ഒരു സർക്കാർ രൂപീകരണത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെതായ ചലഞ്ചസ് ഉണ്ടാവും. ഞാൻ താങ്കളെ തുടക്കത്തിൽ തന്നെ ഇടപെടുകയല്ല, പക്ഷെ താങ്കൾ പറഞ്ഞതുപോലെ ഈ ഇത്തരത്തിലൊരു വെല്ലുവിളി നിറഞ്ഞതാണ് എന്ന സാഹചര്യം 2014-ലും 2019-ലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം കൂടി ചോദിക്കേണ്ടി വന്നത്. തീർച്ചയായിട്ടും ഇപ്പൊ 2014-ൽ ഈ പറയുന്ന എക്സിറ്റ് പോളുകൾ ഒന്നും തന്നെ ഒരു 80-90% BJP ഒറ്റയ്ക്ക് അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നൊന്നും പറഞ്ഞിരുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. എല്ലാവരും ഒരു 240-250 അന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ അതൊരു വലിയ നമ്പർ ആയിരുന്നു. കാരണം ഇനി ഒരിക്കലും ഇന്ത്യയിൽ ഒരു ഏകകക്ഷി ഭരണം ഉണ്ടാകില്ല എന്ന് രാഷ്ട്രീയ വിശാരദന്മാരെല്ലാം വിധി എഴുതിയിരുന്ന ഒരു കാലഘട്ടത്തിൽ ചരിത്രത്തിന് തിരുത്തി കുറിച്ചുകൊണ്ടാണ് 2014-ല് നരേന്ദ്രമോദി സർക്കാർ ഏകകക്ഷി ആയിട്ട് തന്നെ വരുന്നത്, ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടി വരുന്നത്. 2019-ലും അത് തുടരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്ന് കരുതി 240 എന്ന് പറയുന്നത് അത്ര ചെറിയൊരു സംഖ്യ അല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം 1980 മുതൽ ഇങ്ങോട്ട് 2024 വരെ എടുത്തു കഴിഞ്ഞാല് കഴിഞ്ഞ 35 വർഷത്തെ 3.5 പതിറ്റാണ്ടിന്റെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തില് BJP അല്ലാതെ ഒരു കക്ഷിയും ഇന്ന് വരെ 240 എന്ന് പറയുന്ന ഒരു സംഖ്യ തൊടാൻ പോലും ആയിട്ടില്ല. തീർച്ചയായും അതിനൊന്നും അഭിപ്രായ ഭിന്നതയില്ല ശ്രീ യുവരാജ് ഗോകുൽ. പക്ഷേ 400 സീറ്റ് ഉറപ്പിച്ചുകൊണ്ടായിരുന്നു ഇത്തവണ BJP
തെരഞ്ഞെടുപ്പിന് നേരിട്ടത് എന്നതുകൊണ്ടാണ് ഈ ഡിജിറ്റ് വളരെ കുറഞ്ഞു പോയി. കാരണം 400 ആയിരുന്നല്ലോ അവകാശവാദം, അതുമായി താരതമ്യം ചെയ്തുകൊണ്ട് മാത്രമാണ്. മറ്റ് ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ താങ്കൾ ഈ പറഞ്ഞ അഭിപ്രായത്തോട് രാഷ്ട്രീയത്തെ അടുത്തറിയുന്നവർക്ക് ഒരു വിയോജിപ്പും ഉണ്ടാകില്ല. തീർച്ചയായിട്ടും ഞാൻ അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ബെഞ്ച് മാർക്കിന്റെ പ്രശ്നമാണ്. നമ്മളൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തു, അതിനോട് അടുത്തെത്താൻ പറ്റിയില്ല എന്നുള്ളത് കുറവ് തന്നെയാണ്, അല്ല എന്ന് ആരും പറഞ്ഞില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ അഭിലാഷ്. ഞാൻ പറഞ്ഞു വന്നത് അതിനകത്തൊരു വെല്ലുവിളി ഉണ്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞങ്ങൾക്ക് വളരെ കംഫർട്ടബിളി അല്ല, അങ്ങനെയല്ല എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ ഇതുവരെയുള്ള സാഹചര്യത്തിൽ ഈ പറയുന്ന സഖ്യകക്ഷികൾ എല്ലാവരും തന്നെ നിരുപാധികമായ പിന്തുണയാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് NDAയുടെ രീതിയിൽ ഗവൺമെന്റ് രൂപീകരിക്കുവാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും 1 or 2 സഖ്യകക്ഷികളും പിണങ്ങിയത് കൊണ്ട് മാത്രം വീഴുന്ന ഒരു ഗവൺമെന്റും അല്ല, ഏതാണ്ട് അത്രയും വലിയ നമ്പർ തന്നെ BJPയുടെ പക്ഷത്ത് നിൽക്കുന്നുണ്ട്. നിങ്ങൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഇന്ത്യയുടെ കഴിഞ്ഞ 70 വർഷത്തിലേറെ, ഏതാണ്ട് 8 പതിറ്റാണ്ടോട് അടുത്ത് വരുന്ന ചരിത്രത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു കോൺഗ്രസ് ഗവൺമെന്റ് അല്ലാതെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കൂട്ടുകക്ഷിയെ ഘടകകക്ഷികളെ കൂടെ നിർത്തി 5 വർഷം ടേം ഭരിച്ചത് BJP ആണ്. അതിനു മുമ്പ് വേറെ ഒരാൾക്കും, ജനതാ പാർട്ടികൾക്കാവട്ടെ മറ്റു ഒരാൾക്കും തന്നെ അതിന് സാധിച്ചിരുന്നില്ല. ഈവൻ കോൺഗ്രസിന് പോലും അത് പ്രോപ്പറായിട്ട് സാധിച്ചിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ശരിയാണ്, 1991 232 സീറ്റുകൾ മാത്രമാണ് അവർക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ അവർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് രാഷ്ട്രീയ ചരിത്രം ഒരുപാട് മാറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഒരു 200-ൽ താഴെയുള്ള നമ്പർ വെച്ചുകൊണ്ട് പോലും 5 വർഷം വളരെ കൃത്യമായിട്ട് ഭരിക്കുന്നതിന് ഭാരതീയ ജനതാ പാർട്ടിക്ക് 1999 മുതൽ 2004 വരെയുള്ള കാലഘട്ടത്തിൽ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ സാധിക്കും എന്ന് തെളിയിച്ചത് BJP ആണ്. 2004 മുതൽ 2014 വരെ UPA സർക്കാരും ഉണ്ടായിരുന്നു. കേട്ടില്ല. 2004 മുതൽ 2014 വരെ UPA സർക്കാരും ഉണ്ടായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞത് 200-ൽ താഴെ ഉള്ള ഒരു നമ്പർ വെച്ച് ആദ്യമായിട്ട് ഇന്ത്യൻ ചരിത്രത്തിൽ അത് ചെയ്ത് കാണിക്കുന്നത് BJP ആണ്. അല്ലെങ്കിൽ കോൺഗ്രസ് ഇതര എന്നുള്ള രീതിയിൽ അത് ചെയ്ത് കാണിക്കുന്നത് BJP ആണ്. അടൽ ബിഹാരി വാജ്പേയി മാത്രമാണല്ലോ അതുവരെയുള്ള കാലഘട്ടത്തിൽ ഒരു കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി 5 വർഷം ടൈം കംപ്ലീറ്റ് ചെയ്യുന്ന. അപ്പൊ അത് അങ്ങനെ ഒരു ചരിത്രം BJPക്കുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം 180 വെച്ചിട്ട് ഇതിലും വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ 5 വർഷം പൂർത്തീകരിക്കുവാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ 240 പോലെ മറ്റൊരു കക്ഷി. ശരി, താങ്കളൊന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? ശ്രീ യുവരാജ് ഗോകുൽ. റൈറ്റ്, ഞാൻ താങ്കളിലേക്ക് വളരെ പെട്ടെന്ന് തിരികെ എത്താം. ശ്രീ നിജേഷ് അരവിന്ദൻ, ഇതാണ് BJPയുടെ ആത്മവിശ്വാസം. അതായത് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവുമാണ് പ്രധാനപ്പെട്ട സഖ്യകക്ഷികൾ എന്ന് പറയുമ്പോൾ പോലും അടൽ ബിഹാരി വാജ്പേയിയുടെ ചരിത്രം ഉൾപ്പെടെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ യുവരാജ് ഗോകുൽ സംസാരിച്ചത്. താങ്കൾ അത് കേട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇതാ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള റിപ്പോർട്ട്. അത് പ്രകാരം ഈ നിതീഷ് കുമാറിനെ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനം വാഗ്ദാനം ചെയ്തതായി അറിവില്ല എന്നാണ് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറയുന്നത്. മറുഭാഗത്ത് തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവ് മമതാ ബാനർജി പറഞ്ഞതാകട്ടെ ഇന്ത്യ സഖ്യം സർക്കാർ രൂപീകരിക്കില്ല എന്നൊന്നും വിലയിരുത്താറായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏത് നിമിഷവും അത്തരം അവസരങ്ങൾ ഒരുങ്ങി വന്നാൽ അതുണ്ടാകും എന്ന് തന്നെയുള്ള ആത്മവിശ്വാസമാണ് തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവ് വെച്ചു പുലർത്തുകയും ചെയ്യുന്നത്. അടുത്ത 5 വർഷം ആ സാധ്യത ഇന്ത്യ മുന്നണിക്ക് കാണുന്ന തരത്തിലാണോ ഈ മണിക്കൂറുകളിലും പ്രതീക്ഷിക്കേണ്ടത്? പ്രത്യേകിച്ചിപ്പോൾ നാളെ വൈകിട്ട് 7:15 മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറാൻ പോവുകയാണ്. നേരത്തെ യുവരാജ് ഗോകുൽ പറഞ്ഞതുപോലെ അകമഴിഞ്ഞ പിന്തുണയാണ് നൽകുന്നത് ഇപ്പോഴും TDPയും JDUവും ഉൾപ്പെടെയുള്ള പാർട്ടികൾ. പക്ഷേ ആ വിശാല മനസ്കത ഈ മന്ത്രിസ്ഥാനത്തിൽ ഉൾപ്പെടെ ഉണ്ടാകുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് ഏറ്റവും സന്തോഷം തന്നത് BJP പ്രതിനിധി അടൽ ബിഹാരി വാജ്പേയിയുടെ കാലഘട്ടമൊക്കെ ഓർമ്മിക്കാൻ തുടങ്ങി എന്നുള്ളതിലാണ്. കാരണം കഴിഞ്ഞ കുറേ കാലമായി അദ്വാനിയുടെ, വാജ്പേയിയുടെ, മുരളി മനോഹർ ജോഷിയുടെ കാലമൊന്നും പറയാറില്ല. അവരാകെ പറയേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതല്ലേ നിജേഷ്? മോദിയുടെ ഗവൺമെന്റ് ഭരിക്കാനുള്ള ഭൂരിപക്ഷമാണ് 2019 ലഭിച്ചത് BJP. അതെ,
അല്ല, ഞങ്ങൾ നെഹ്റു മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങളെ പറയാറുള്ളൂ. നെഹ്റുവിനെ പറ്റി പറയും, ശാസ്ത്രിജിയെ പറ്റി പറയും, ഇന്ദിരാഗാന്ധിയെ പറ്റി പറയും, രാജീവ് ഗാന്ധിയെ പറ്റി പറയും, നരസിംഹറാവുവിനെ പറ്റി പറയും, ഡോക്ടർ മൻമോഹൻ സിംഗിനെ പറ്റി പറയും. അതായിരുന്നു തുടർച്ച. പക്ഷെ BJP നിർഭാഗ്യവശാൽ അടുത്ത കാലത്ത് മോദിയാണെല്ലാം. ഒരു സംഘടനാ സംവിധാനത്തിനപ്പുറത്തേക്ക് മോദിക്ക ഗ്യാരണ്ടി, മോദിയുടെ ഗ്യാരണ്ടി. എത്ര വലിയ പരസ്യമായിരുന്നു മോദി. നമ്മൾ അന്നേ പറഞ്ഞു ജനാധിപത്യത്തിൽ അങ്ങനെ ഒരാൾക്ക് ഒരു അപ്രമാദിത്വം കൊടുക്കാൻ പറ്റില്ല, ഒരാൾക്കും അപ്രമാദിത്വമില്ല. സംഘടനയ്ക്ക് വരട്ടെ. ഇവിടെ മോദിയെ ജനം പുറന്തള്ളി. ഉത്തർപ്രദേശിനകത്ത് അമേഠിയിലെ കിഷോർലാൽ ശർമ്മ നേടിയ ഭൂരിപക്ഷത്തിന്റെ താഴെയാണ് മോഡിയുടെ ഭൂരിപക്ഷം. അവിടെ സമാജ്വാദി രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിന്റെ പകുതിയാണ് മോദിയുടെ ഭൂരിപക്ഷം. ഇന്ത്യ മുന്നണി നേതാക്കന്മാരുടെ ഒരുപാട്, ഡിംപിൾ യാദവിന്റെ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഭൂരിപക്ഷത്തിന്റെ താഴെയാണ് മോദിയുടെ ഭൂരിപക്ഷം. അതുകൊണ്ട് ജനങ്ങൾ നരേന്ദ്രമോദിക്ക് എതിരായിട്ടാണ് വോട്ട് ചെയ്തത്. കഴിഞ്ഞ തവണ 62% ഉണ്ടായിരുന്നത് കുത്തനെ താഴോട്ട് പോയി. 3.5 ലക്ഷം വോട്ട് അവിടെ കുറഞ്ഞു. ഏറ്റവും ഉയർത്തിക്കാണിച്ച അയോധ്യ ഫൈസാബാദിൽ BJP തോറ്റു. അപ്പോൾ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു നല്ല പ്രതിപക്ഷം ഇവിടെ ഉണ്ടാവണം. സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇന്ത്യയുടെ ജനാധിപത്യത്തിനെ പോഷിപ്പിക്കാൻ ആവശ്യമായ നിലപാട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വീകരിക്കണം. ഞങ്ങൾ ആ നിലപാട് സ്വീകരിക്കും എന്ന് വെച്ച് സർക്കാർ ഉണ്ടാക്കിയേ തീരും. പക്ഷെ താങ്കൾ ഈ ശക്തമായ പ്രതിപക്ഷം ഉണ്ടാകണമെന്ന് പറയുമ്പോൾ ആ നേതാവായി ഇപ്പോൾ രാഹുൽ ഗാന്ധിയല്ലേ തെരഞ്ഞെടുത്തിട്ടുള്ളത്? തീർച്ചയായിട്ടും. കാരണം കഴിഞ്ഞ 10 വർഷക്കാലമായി രാഹുൽ ഗാന്ധി നടത്തിയ ഒരു തേരോട്ടം, പ്രത്യേകിച്ചും കഴിഞ്ഞ 5 വർഷം. അവിടെ എന്റെ ഒരു സംശയം, ഇപ്പോൾ ഈ കഴിഞ്ഞ സഭയിൽ ആദിർ രഞ്ജൻ ചൗധരി ആയിരുന്നു പ്രതിപക്ഷ നേതാവിന് പ്രതിപക്ഷ സ്ഥാനത്തുണ്ടായിരുന്നത്. അവിടെയും രാഹുൽ ഗാന്ധിക്ക് അവസരമുണ്ടായിരുന്നു. അപ്പോൾ കരുത്തനായ ഒരു നേതാവ് ആദിർ രഞ്ജൻ ചൗധരിയുടെ പ്രകടനം കോൺഗ്രസ് തന്നെ വിലയിരുത്തുമ്പോൾ അത്ര മികവുറ്റത് എന്നൊന്നും വിലയിരുത്തലില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയെ പോലൊരു നേതാവിന് അവസരങ്ങൾ ലഭിച്ചപ്പോൾ ആ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുകയായിരുന്നു കോൺഗ്രസും ചെയ്യേണ്ടിയിരുന്നത്. അല്ല, കഴിഞ്ഞ തവണ 52 സീറ്റ് കോൺഗ്രസിന്, 10% ഇല്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം നിഷേധിച്ചു. അപ്പോൾ സ്വാഭാവികമായി നമ്മുടെ കക്ഷി നേതാവായിട്ട് അധീർ രഞ്ജൻ ചൗധരിയെ തെരഞ്ഞെടുത്തു. പക്ഷേ ഈ തവണ എങ്ങനെയല്ല. ഈ തവണ പ്രതിപക്ഷ നേതാവ്, ഞങ്ങൾ ആ എലിജിബിലിറ്റി കടന്ന് പ്രതിപക്ഷ നേതാവ് ക്യാബിനറ്റ് റാങ്കോടുകൂടിയാണല്ലോ പ്രതിപക്ഷ നേതാവ്. ആ പ്രതിപക്ഷ നേതാവാകുന്നു. ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് പ്രതിപക്ഷ നേതാവിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. ആ സ്ഥാനത്തിലേക്ക് എത്തുന്നു. 242ഉം 232ഉം തമ്മിലുള്ള ഒരു വലിയ മത്സരം നടക്കുന്നു. സ്വാഭാവികമായിട്ട് വിഷയങ്ങൾ ഉയർന്നു. കഴിഞ്ഞ തവണ സസ്പെൻഷൻ ആയിരുന്നല്ലോ. ഞാൻ പോയതാണ് കഴിഞ്ഞ ലോക്സഭയുടെ 10 മണിക്ക് ജയ് ശ്രീറാം എന്ന വിളിയാണ് ലോക്സഭയ്ക്കകത്ത്. അല്ല, BJP ഒറ്റയ്ക്ക് നേടിയത്, 232 എന്നത് ഇന്ത്യ സഖ്യം നേടിയത്. കോൺഗ്രസ് ഇപ്പോൾ ഇതാ 101 എന്ന് നമുക്ക് ടെക്നിക്കലി പറയാം. അതെ, ഞങ്ങൾ അതിൽ ഒറ്റ ഞങ്ങൾ 232 ഒറ്റ ബ്ലോക്കാണ്. ആ ബ്ലോക്ക് ഒരിക്കലും ഒരാളും പ്രെഡിക്റ്റ് ചെയ്യാത്തിടത്തേക്ക് ഇന്ത്യയിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് എത്തിച്ചു. ഞങ്ങൾ ക്രിയാത്മകമായ പ്രതിപക്ഷം, ഞങ്ങൾ അതിന്റെ പണി തുടങ്ങിക്കഴിഞ്ഞല്ലോ. ഇനി ഒരു വിഷയവും ഞങ്ങൾ വിട്ടുപോകുന്ന പ്രശ്നം വരുന്നില്ല. പാർലമെന്റിനകത്തുള്ള മൃഗീയ ഭൂരിപക്ഷം കൊണ്ട് പ്രതിപക്ഷത്തെ അടിച്ചമർത്താമെന്ന, പാർലമെന്റിലേക്ക് വരേണ്ട എന്ന, നമ്മൾക്ക് അറ്റൻഡൻസ് പരിശോധിച്ചാൽ മനസ്സിലാവില്ലേ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്ര തവണ വന്നിട്ടുണ്ട്. അവിശ്വാസ പ്രമേയ ചർച്ചയിൽ അദ്ദേഹം, അവിടെയാണ് എനിക്ക് താങ്കളോടും അഭിപ്രായ വ്യത്യാസമുള്ളത്. രാഹുൽ ഗാന്ധിയുടെ അറ്റൻഡൻസും ഒക്കെ താരതമ്യം ചെയ്യേണ്ടതുണ്ട്. താങ്കൾ തന്നെ പരിശോധിച്ചാൽ മതി ഈ രാഹുൽ ഗാന്ധിയുടെ അറ്റൻഡൻസും. തീർച്ചയായിട്ടും കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിലെ 5 വർഷക്കാലത്തെ രാഹുൽ ഗാന്ധിയുടെ അറ്റൻഡൻസും നരേന്ദ്രമോദിയുടെ അറ്റൻഡൻസും താരതമ്യം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഏതെങ്കിലും ഒരു സഭയിൽ നിന്ന് രാഹുൽ ഗാന്ധി മാറി നിന്നിട്ടുണ്ടോ? ഒരിക്കലും മാറി നിന്നിട്ടില്ല. ജോഡോ യാത്ര വന്നിരുന്ന സമയത്ത് അദ്ദേഹം മാറി നിന്നിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ കാര്യങ്ങൾക്കല്ലാതെ രാഹുൽ ഗാന്ധി മാറി നിന്നിട്ടില്ല. നമുക്ക് പരിശോധിക്കാം. ഏതായാലും രാഹുൽ ഗാന്ധി നടത്തിയ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ എൻഡാണല്ലോ ഈ 2024 ജൂൺ മാസം 4-ാം തീയതി സംഭവിച്ചത്. ഒരാളും പ്രെഡിക്റ്റ്, രാഹുൽ ഗാന്ധിയുടെ വയസ്സിന്റെ താഴേക്ക് ഈ പാർട്ടിയുടെ അംഗസംഖ്യയെ വെട്ടിച്ചുരുക്കും എന്ന് പറഞ്ഞ നരേന്ദ്രമോദി പറയാൻ ഇനി ആക്ഷേപത്തിന് എന്തെങ്കിലും വാക്കുകൾ അവശേഷിക്കുന്നുണ്ടോ രാഹുൽ ഗാന്ധിയെ പറ്റി? ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥലത്ത് പോലും രാഹുൽ ഗാന്ധിയുടെ 2014 മോദി അധികാരത്തിൽ വന്നത്. 2019 അത് ആവർത്തിക്കുന്നു, 3-ാം ടൈമിലേക്ക് പോകുന്നു.
ഇനിയാണ് യഥാർത്ഥ പ്രതിപക്ഷത്തെ നരേന്ദ്രമോദി കാണാൻ പോകുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. കാരണം 2 ടേം 10 വർഷക്കാലം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് അനുഭവിച്ച മാക്സിമം ഒരുപാട് ആളുകൾ കൊഴിഞ്ഞുപോയി, ബ്ലാക്ക് മെയിൽ ചെയ്തു. ഞങ്ങൾ രാഹുൽ ഗാന്ധി അന്നത്തെ പത്രസമ്മേളനത്തിൽ ജൂൺ 4 വൈകുന്നേരം 5:30 മണിയുടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞൊരു വാക്കുണ്ട്, ഞങ്ങൾ പോരാടിയത് കേരള BJP-ക്കെതിരെയല്ല, എല്ലാ സർക്കാർ ഏജൻസികൾക്കെതിരെയുമുള്ള പോരാട്ടമായിരുന്നു. ഇന്ത്യ രാജ്യത്തെ സകലമാന ഏജൻസികളെയും ജുഡീഷ്യറിയെയും ഇലക്ഷൻ കമ്മീഷനെയും ഒക്കെ ഒരു ഭാഗത്ത് അണിനിരത്തി അതിനോടുള്ള പോരാട്ടമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണി നടത്തിയത്. ആ പോരാട്ടത്തിൽ വിജയിക്കുമ്പോൾ ആ പോരാട്ടത്തിന് തിളക്കം വളരെ കൂടുതലാണ് എന്ന ഉറച്ച ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ആ ആത്മവിശ്വാസത്തോടുകൂടി ഞങ്ങൾ മുന്നോട്ട് പോകും. പിടിക്കാൻ പറ്റാത്തതും നേടാൻ പറ്റാത്തതും എത്താൻ പറ്റാത്തതുമായ ഒരു പൊസിഷനും ഇന്ത്യൻ രാഷ്ട്രീയത്തിലില്ല. അത് കുറച്ചുനാൾ മുമ്പ് താങ്കൾ തന്നെ പറഞ്ഞെടുത്തൊരു പ്രശ്നമുണ്ട്. ഒരു പക്ഷേ പ്രഡിക്ഷനുകൾക്കപ്പുറത്തേക്കുള്ള ഒരു പിന്തുണ ലഭിച്ചുവെന്ന്. ഞാനത് ആവർത്തിക്കുന്നില്ല. ആ പ്രഡിക്ഷൻ കുറച്ചത് മുമ്പ് ഈ ഇന്ത്യ സഖ്യത്തിനുണ്ടായിരുന്നുവെങ്കിൽ ഈ കോൺഗ്രസിനും ഉണ്ടായിരുന്നുവെങ്കിൽ ഇതാകുമായിരുന്നോ ചിത്രം എന്നുള്ളതാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ യുവരാജ്, ഇപ്പോൾ ഇതാ സൂചിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു പ്രതിപക്ഷത്തിൻ്റെ ഐക്യം എന്തായിരിക്കുമെന്ന്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അതായത് കഴിഞ്ഞ ടേമുകളിലൊക്കെ മോദി അധികാരത്തിലിരിക്കുമ്പോൾ അവിടെ പ്രതിപക്ഷ നേതാവ് എന്നൊന്നും ഉണ്ടായിരുന്നില്ല. അത് ലോക്സഭയിലെ അംഗബലം അനുസരിച്ച് അങ്ങനെ ഒരു നേതാവിൻ്റെ സ്ഥാനം നൽകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത് മാറിയിരിക്കുന്നു. മാത്രമല്ല ആ പ്രതിപക്ഷ ബെഞ്ചിലെ അംഗങ്ങളുടെ എണ്ണം മാറിയിരിക്കുന്നു. മറിച്ച് ഭരണപക്ഷത്താകട്ടെ അതും ചിത്രം മാറിയിരിക്കുന്നു. അവിടെ കഴിഞ്ഞ മന്ത്രിസഭാ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തീരുമാനങ്ങളൊക്കെ എടുത്ത് ശേഷിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഘടകകക്ഷികൾക്ക് നൽകിയാൽ മതിയായിരുന്നു. അതിൽ തൃപ്തരല്ലെങ്കിൽ ശരി എങ്കിൽ നിങ്ങൾ ഈ മുന്നണി വിട്ടുകൊള്ളൂ എന്ന് പറയാൻ പറ്റുന്ന ഒരു ആത്മവിശ്വാസമുണ്ടായിരുന്നു BJP-ക്ക്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. പ്രതിപക്ഷം ഒരു ഭാഗത്ത് കരുത്താർജിക്കും എന്ന വെല്ലുവിളിയുണ്ട്, മറുഭാഗത്ത് ഒപ്പം നിർത്തുന്നവരെ ഇപ്പോഴിതാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ പ്രധാനപ്പെട്ട വകുപ്പുകളിൽ അവകാശവാദം ഉന്നയിച്ചാൽ ഉൾപ്പെടെ അത് പരിഹരിച്ചു പോവുക എന്നതൊരു വലിയ തലവേദനയായിരിക്കില്ലേ? അപ്പോൾ 3ാം മോദി സർക്കാരിന് എത്രത്തോളം തിളങ്ങാൻ കഴിയുമെന്നൊരു സംശയം തുടക്കത്തിലുണ്ടായാൽ അതിനെ തള്ളിക്കളയാനാകുമോ? അതിലേക്ക് വരാം. ഒന്നാമത്തെ കാര്യം, ഇദ്ദേഹം ഇവിടെ വിജയിച്ചു എന്ന് കോൺഗ്രസിന്റെ പ്രതിനിധി പറയുകയാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹം 10 വർഷം രാഹുൽ ഗാന്ധി പോരാടി, രാഹുൽ ഗാന്ധി എന്തൊക്കെയോ ചെയ്തു, അങ്ങനെ അദ്ദേഹം വിജയിച്ചു, കോൺഗ്രസ് വിജയിച്ചു എന്ന് പറയുന്നതാണ്. ഈ 10 വർഷം പ്രതിപക്ഷത്തിൽ ഇരുന്നിട്ട് ഇപ്പോഴും 3 അക്കത്തില് നേരെ ചൊവ്വെ തൊടാൻ പറ്റാത്ത ഒരു പാർട്ടിയുടെ നേതാവായിട്ട് ഇരിക്കുന്നതിനെയാണോ, അങ്ങനെ ഒരു റിസൾട്ട് വന്നതിനെയാണോ ഇവര് വിജയം എന്ന് പറയുന്നത്? ഇതിനാണോ ഇവര് മത്സരിച്ചത്? പ്രതീക്ഷകളെക്കാളും വലിയ വിജയം എന്നൊക്കെയാണ് ഇവർ അവകാശപ്പെടുന്നത്. ജൂൺ 4-ാം തീയതി എല്ലാവരുടെയും പ്രഡിക്ഷനെയും പ്രതീക്ഷകളെയൊക്കെ മറികടന്ന് വിജയിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഇവർ പ്രതീക്ഷിച്ചില്ലേ? എനിക്ക് മനസ്സിലാകുന്നില്ല. ശരിക്കും ഇവർക്ക് ഇത്ര മനസ്സിലായില്ലേ ഇവർ തോറ്റു എന്ന്? ഒരു തെരഞ്ഞെടുപ്പ് നടന്നു, കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ പരാജയമാണ് അവർ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ ഈ ചരിത്രത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ പരാജയം. 44-ഉം 52-ഉം ഒക്കെ 99 ചരിത്രത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ പരാജയമാണ്. BJP-യെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ 3ാമത്തെ വിജയമാണ്. ഇപ്പൊ 303, 283 കഴിഞ്ഞാൽ 240, 98-ലും 99-ലും ഭരിക്കാൻ വരുന്ന സമയത്ത് തികച്ചിട്ടില്ല. BJP-യുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ വിജയമാണ് കിട്ടിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ പരാജയമാണ് ലഭിച്ചിരിക്കുന്നത്. അവർക്ക് ഇതുവരെ പരാജയപ്പെട്ടു എന്ന് മനസ്സിലായില്ലേ? അവര് ഇന്ത്യ മുഴുവൻ നടന്ന് ക്യാമ്പയിൻ നടത്തി, എല്ലായിടത്തും പോയി അവര് പല തരത്തില് എന്തെങ്കിലും ഫ്രീ കൊടുക്കാമെന്ന് പറഞ്ഞു, അത് ചെയ്യാമെന്ന് പറഞ്ഞു, ഇത് ചെയ്യാമെന്ന് പറഞ്ഞു. ഇന്ത്യൻ ജനത അവരെ തള്ളിക്കളഞ്ഞു. അവർക്ക് ഇതൊക്കെ മനസ്സിലായില്ലേ? എനിക്കിത് സാധാരണ കൊച്ചു കുട്ടികൾക്ക് മനസ്സിലാവുമല്ലോ. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് 3ാം ടൈമിൽ നരേന്ദ്രമോദി വരാൻ പോവുകയാണ്, BJP ഇവിടെ ജയിച്ചു, BJP ഇവിടെ സർക്കാർ രൂപീകരിക്കാൻ പോവുകയാണെന്നുള്ളത് പ്രതിപക്ഷ നേതാവിനെ കിട്ടിയതൊക്കെ വലിയ സംഭവമാക്കി അവതരിപ്പിക്കുന്ന തലത്തിലേക്ക് അവർ വീണ് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് ഇവിടുത്തെ പ്രശ്നം. 2, അവരുടെ പ്രതിപക്ഷ മുന്നണി എന്തോ വലിയ ശക്തമായിട്ട് നിലനിൽക്കാൻ പോവുകയാണെന്നാണ് പറഞ്ഞത്. ആം ആദ്മി പാർട്ടി ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, അവര് ഡൽഹി നിയമസഭാ ഇലക്ഷനിലേക്ക് പോകുന്ന സമയത്ത് അവര് ഈ മുന്നണിക്കകത്തില്ലെന്നും ഞങ്ങൾ ഈ മുന്നണി വിടുകയാണെന്നും ആം ആദ്മി പാർട്ടി അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അവരുടെ മുന്നണിയിൽ നിന്നുള്ള ആദ്യത്തെ കൊടിഞ്ഞുപോക്കായിട്ട് നമ്മൾ അതിനെ കാണണം.
ശരിയാണ്. ഇപ്പൊ കേന്ദ്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്കൊക്കെ കൈവക്കാൻ വേണ്ടിയിട്ട് പാർലമെന്റിലേക്ക് വലിയ രീതിയിൽ ഇവർ വരുമായിരിക്കും. പക്ഷെ അവരുടെ മുന്നണി ഇപ്പൊ തന്നെ തമ്മിലടിച്ച് തുടങ്ങിയത്. എന്തിനാ മുന്നണിയിലേക്കൊക്കെ പോകുന്നത്? തൃശ്ശൂർ ആ DCP ഓഫീസിന്റെ അകത്തുള്ള തമ്മിലടി നിർത്താൻ പറയുന്നേ. പിന്നല്ലേ അവർ വലിയ വലിയ കാര്യങ്ങൾ ഇന്ത്യൻ പാർലമെന്റിൽ നടക്കുന്നതിനെ കുറിച്ചിട്ട് പറയുന്നത്. തൃശ്ശൂരിലെ DCP ഓഫീസിന്റെ അകത്തുള്ള അടി നിർത്താൻ പറയും. അതിനുശേഷമല്ലേ മുന്നണിക്കകത്തുള്ള കാര്യം. പിന്നെ ഇന്ത്യൻ ജനാധിപത്യത്തില് ഇപ്പോ എന്താണ് അദ്ദേഹം വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് വാജ്പേയിയുടെ പേര് പറഞ്ഞ് ക്യാമ്പയിൻ നടത്തിയിട്ടില്ല, അദ്വാനിയുടെ പേര് പറഞ്ഞ് ക്യാമ്പയിൻ നടത്തിയിട്ടില്ല എന്ന്. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രം അങ്ങ് എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. അബ്കി ബാരി അടൽ ബിഹാരി 98-ലെയും 99-ലെയും BJPയുടെ NDAയുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് അബ്കി ബാരി അടൽ ബിഹാരി എന്നുള്ളതായിരുന്നു. അതിൽ നിന്നാണ് അബ്കി ബാർ മോദി സർക്കാർ മുദ്രാവാക്യം തന്നെ 2014 ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് നമ്മള്. അപ്പോ വാജ്പേയിയെ മുൻനിർത്തി അത്തരം സ്ലോഗൻസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്ദിരയാണ് ഇന്ത്യ എന്ന് പറഞ്ഞ് നടന്നിരുന്ന കോൺഗ്രസ്സുകാരും ഇന്ദിരയെ ദുർഗയായിട്ട് അവതരിപ്പിച്ചു ഒക്കെ നടന്നിരുന്ന കോൺഗ്രസ്സുകാരും അതിന്റെ പേരിൽ വോട്ട് പിടിച്ചിരുന്നവരൊക്കെ ഇപ്പൊ വളരെ പെട്ടെന്ന് എടുത്തു കാണിക്കാൻ നല്ലൊരു ക്വാളിറ്റി ലീഡർ മുമ്പിലില്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് പെട്ടെന്ന് പ്ലേറ്റ് മാറ്റിട്ട് പറയണം അങ്ങനെ എടുത്ത് കാണിക്കുന്നതൊന്നും ശരിയല്ല. ഞങ്ങൾക്ക് എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു നേതാവുണ്ടെന്നേ. അദ്ദേഹത്തിന് ആദ്യത്തെ ടൈമിൽ 283, രണ്ടാമത്തെ ടൈമിൽ 330, ഇപ്പൊ 240 കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ മൊത്തം വോട്ട് സീറ്റുകളിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും 200 തൊടില്ല. തെരഞ്ഞെടുപ്പിൽ മാത്രം അദ്ദേഹത്തിന് 240 സീറ്റ് അദ്ദേഹത്തിൻ്റെത് മാത്രമായിട്ട് ലഭിച്ചിട്ടുണ്ട്. പിന്നെ ശരിയാണ് UP-യിൽ ഞങ്ങൾക്ക് കുറച്ച് സീറ്റ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, UP-യില് ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഈ സീറ്റ് നമ്പർ ഉണ്ടല്ലോ, കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ അടുത്ത് എണ്ണിക്കൂട്ടി നോക്കിയാലും പിന്നെയും ഒരു ഇരട്ടിയും കൂടി വേണ്ടി വരും ഇപ്പോ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അത്ര പോലും എത്താൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെയാണ് എനിക്ക് കാര്യം വിനീതമായിട്ട് ഓർമ്മിപ്പിക്കാറുണ്ട്. ഞങ്ങൾ UP അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്കല്ല മത്സരിച്ചിരിക്കുന്നത്, ഞങ്ങൾ 543 സീറ്റിലേക്കാണ് മത്സരിച്ചിരിക്കുന്നത്. ആ 543 സീറ്റ് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളും യൂണിയൻ ടെറിട്ടറികളിലേക്കാണ് മത്സരിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ അപ്പോഴും ശ്രീ യുവരാജ് തീർച്ചയായും താങ്കൾക്ക് കോൺഗ്രസിനെയും അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തെയും ഒക്കെ ആ നിലയിൽ വിലയിരുത്താം. പക്ഷേ എൻ്റെ ചോദ്യത്തിലേക്ക് വരൂ. അതായത് കഴിഞ്ഞ 2 ടൈമിൽ താങ്കൾ ഈ സൂചിപ്പിച്ചതുപോലെ മോദിയെ ഉയർത്തി കാണിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ, ഇതിപ്പോൾ നേരത്തെ തന്നെ ചർച്ചകളിലൊക്കെ പറഞ്ഞു പോയ ഒന്നുണ്ട്, BJP ആസ്ഥാനത്തെ ഫ്ലെക്സുകളിൽ പോലും NDA എന്ന് എഴുതി വെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറേണ്ടി വരുന്നു. താങ്കൾ ഈ പറഞ്ഞതുപോലെ മോദി ഉയർത്തി കാണിച്ചു, അങ്ങനെ ഒരു ബ്രാൻഡിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന് നേരിട്ടു, അതിലൊന്നും തർക്കമില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം മോദി ബ്രാൻഡിന് കിട്ടിയ വാല്യൂ ഇടിഞ്ഞിരിക്കുന്നു. അത് ഇനി വെല്ലുവിളിയാകുമോ എന്നുള്ളതാണ് താങ്കളോടുള്ള ചോദ്യം. അഭിലാഷേ, നമുക്ക് കിട്ടിയപ്പോ ഒരു ഗവൺമെന്റിനകത്ത് മിനിസ്ട്രികളെ തീരുമാനിക്കുന്ന എങ്ങനെയാണ്? ഏറ്റവും അധികമുള്ള ആൾക്കാർക്ക് അതിന്റെ മേജർ ആയിട്ടുള്ളത് കൊടുക്കും. ഇപ്പൊ തന്നെ അവര് പല കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞോട്ടെ. അപ്പോ ഏറ്റവും മേജർ ഭാഗം കിട്ടേണ്ടത് ആർക്കാണ്? ഏറ്റവും കൂടുതലുള്ള ആൾക്കാർക്കാണ്. രണ്ടാമത് വരുന്ന കക്ഷിക്കായിരിക്കും അതിന് ശേഷമുള്ളത്. മൂന്നാമത് വരുന്ന ഇതാണല്ലോ സാധാരണ മുന്നണി മര്യാദ. അതിനനുസരിച്ച് ആ മുന്നണി മര്യാദ അനുസരിച്ച് മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഇവിടെ UDF എങ്ങനെയായിരിക്കും? ഇപ്പൊ UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ UDF എങ്ങനെയായിരിക്കും മിനിസ്ട്രികളെ തീരുമാനിക്കുക, മിനിസ്റ്റേഴ്സിനെ തീരുമാനിക്കുക, മുന്നണി മര്യാദ തീരുമാനിക്കും? LDF എങ്ങനെയായിരിക്കും തീരുമാനിക്കുക? മുന്നണി മര്യാദ. അവിടെയാണ് ശ്രീ യുവരാജ് ഞാൻ ആവർത്തിച്ച് പറഞ്ഞല്ലോ, ഇപ്പോൾ 2014 നരേന്ദ്രമോദിക്ക് അധികാരത്തിലെത്തുമ്പോൾ 282, മറ്റൊരു സഖ്യകക്ഷികളെയും അധികമായി പരിഗണിക്കേണ്ടതില്ല. 2019 വരുമ്പോൾ 303, വീണ്ടും കരുത്താർജിച്ച സാഹചര്യം. ഇവിടെ ഇപ്പോൾ ഈ മഹാരാഷ്ട്രയിൽ അടക്കം തെരഞ്ഞെടുപ്പ് വരുന്നു, ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് വരുന്നു, ജാർഖണ്ഡിൽ തെരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോൾ സ്വാഭാവികമായും BJPയോടൊപ്പം നിന്ന ശിവസേനയ്ക്ക്, BJPയോടൊപ്പം നിന്ന NCPക്ക് കൃത്യമായ പരിഗണന നൽകേണ്ടി വരും, LJPക്ക് പരിഗണന നൽകേണ്ടി വരും. അവിടെ അംഗബലം കുറവായിരിക്കാം LJPയുടെ. മറുപടി പറയാം. കാരണം BJP ഇന്ന് വരെയും കേന്ദ്രത്തിൽ BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ അധികാരമുള്ള സമയത്ത് പോലും ഘടകകക്ഷികളെ കൃത്യമായിട്ട് പരിഗണിച്ച് തന്നെയാണ് മുമ്പോട്ട് പോയിട്ടുള്ളത്. കേന്ദ്രവുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പരാതിയുടെ പേരിൽ അങ്ങനെ ഒഴിഞ്ഞു പോകുന്നത് നമ്മുടെ അങ്ങനെ പരാതിപ്പെടാൻ സാധിക്കുമായിരുന്നില്ല, അതിനുള്ള ശേഷി ഘടകകക്ഷികൾക്കുണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ ഈ ഡേറ്റകൾ പരിശോധിച്ചപ്പോൾ 2019 ക്യാബിനറ്റ് റാങ്കുള്ള ഘടകകക്ഷികളുടെ എണ്ണം 4 എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സർക്കാരിൽ ചില മാറ്റങ്ങളും അഴിച്ചുപണികളും ഒക്കെ ഉണ്ടായപ്പോൾ അത് സ്വാഭാവികമായി മാറിയിട്ടുണ്ടാകാം. ഇതിപ്പോൾ പ്രധാനപ്പെട്ട വകുപ്പുകളുണ്ടല്ലോ ശ്രീ ഗോകുൽ, അതായത് ആഭ്യന്തരം, പ്രതിരോധം, ഗതാഗതം, അല്ലെങ്കിൽ ധനകാര്യം,
റെയിൽവേ പോലെയൊക്കെയുള്ള വകുപ്പുകൾ, ആ വകുപ്പുകളിലടക്കം ഉന്നം വയ്ക്കുമ്പോഴാണല്ലോ ഈ മുന്നണി സംവിധാനം കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകുന്നത്. അല്ല, UPA ഭരിക്കുമ്പോൾ റെയിൽവേ ആരുടെയിലായിരുന്നു? കോൺഗ്രസിന്റെയിലായിരുന്നോ? അല്ലല്ലോ. അല്ല, അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറാകുമോ BJP എന്നുള്ളതാണ്. നിതീഷ് കുമാർ ആയിരുന്നു അന്ന് റെയിൽവേ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത്. അപ്പോ സ്വാഭാവികമായിട്ട് പൂർണ്ണ ബഹുമതം എന്ന് പറയുന്ന കാര്യമുള്ള സമയത്ത് നമുക്ക് അതിനകത്ത് ഫ്രീ ഹാൻഡ് ഉണ്ടാവും ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. NDA ആവുന്ന സമയത്ത് പലരും ചർച്ച നടത്തേണ്ടി വരും. അതൊക്കെ അതിന്റെ സ്വാഭാവിക പ്രോസസ്സ് മാത്രമാണ്. അത് അതിൻ്റെതായ രീതിക്ക് നടന്നോളൂ. പിന്നെ ഞാനത് കംപ്ലീറ്റ് ചെയ്തോട്ടെ ഒന്ന് പറഞ്ഞാൽ, ഞങ്ങളിപ്പോ കേന്ദ്രത്തില് പൂർണ്ണ ബഹുമത്തോടു കൂടി അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരെയും പരിഗണിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ രാംദാസ് അത്താവലെ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇവിടെ MOS ആയിട്ടിരുന്നു. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു പാർലമെന്റിൽ ഒരു MP സ്ഥാനം പോലും അദ്ദേഹത്തിന്റെ കയ്യിൽ ലോക്സഭയിൽ നിന്നുണ്ടായിട്ടില്ലായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് പോലും കൊടുത്ത് നമ്മൾ അങ്ങനെ പരിഗണിച്ച് തന്നെയാണ് മൊത്തം പോരുന്നത്. പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടായത് എവിടെയാണ്? അതിപ്പോ JDUമായിട്ട് ബീഹാറിലായിരുന്നാലും ശരി തന്നെയാണ്, മഹാരാഷ്ട്രയിലായിരുന്നാലും ശരി തന്നെയാണ്. സ്റ്റേറ്റ് പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മുഖ്യമന്ത്രി പദവുമായിട്ട് സംബന്ധിച്ച് അത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പേരിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് സ്റ്റേറ്റിലെ വിഷയമാണ്, നമുക്ക് സ്റ്റേറ്റിൽ പരിഹരിക്കാവുന്ന വിഷയമാണ്. എന്തായാലും കേന്ദ്രവുമായി ബന്ധപ്പെട്ടിട്ട് അത്തരത്തിലൊരു വിഷയം ഉണ്ടായില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ശ്രീ ആനന്ദ് കൊച്ചുകുടി, അതാണ് വലിയ ആത്മവിശ്വാസം നൽകുന്നത്. കഴിഞ്ഞ സർക്കാരുകളുടെ കാലത്തിൽ പോലും വലിയ സ്ട്രെസ് ചെലുത്താനുള്ള ശേഷി ഘടകകക്ഷികൾക്കില്ലാതിരുന്നപ്പോൾ പോലും മന്ത്രിസ്ഥാനം നൽകിയിരുന്നു എന്നാണ്. അതിപ്പോൾ JDUവിനും LJPക്കും ശിരോമണി അകാലിദളിനും RLJPക്കും ഒക്കെ അങ്ങനെയായിരുന്നു സാഹചര്യം എന്ന് പറഞ്ഞു വെക്കുന്നു. ഇതിപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുവിനെയും ഒന്നും ചെറിയ മീനുകളായി നമുക്ക് കാണാൻ സാധിക്കില്ല. അവരുടെ പാരമ്പര്യവും ചരിത്രവും അതാണ്. എവിടെയൊക്കെ സമ്മർദ്ദം ചെലുത്താമോ അവിടെയൊക്കെ കൃത്യമായി സമ്മർദ്ദം ചെലുത്താൻ ശേഷിയുള്ള നേതാക്കളാണവർ. അതുകൊണ്ട് ഈ സൂചിപ്പിക്കുന്ന പോലുള്ള ഒരു വിശാല മനസ്കത ഇപ്പോഴത്തെ ഈ മന്ത്രി സ്ഥാനത്തെ ചൊല്ലി, പ്രത്യേകിച്ച് ക്യാബിനറ്റ് പദവിയെ ചൊല്ലിയൊക്കെ ഉണ്ടാകുമെന്ന് നിരീക്ഷിക്കാനാകുമോ? ഒന്നാമത്തെ കാര്യം, ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റെ രണ്ടാം സർക്കാരിൽ BJPക്ക് കൂട്ടുകക്ഷി എന്ന നിലയ്ക്കാണ് അവർ ഭരിച്ചിരുന്നത്. ടെക്നിക്കലി, സാങ്കേതികമായിട്ട് എന്ന് ഞാൻ ശരിവെക്കുന്നു. കാരണം അത് പ്രീപോൾ അലയൻസുകൾ ഉണ്ടായിരുന്നു അവർക്ക്. 2014 തന്നെ അന്ന് പലരും സംശയിച്ചിരുന്നു നരേന്ദ്രമോദി എന്ന ഒരു 2002 ഒരു പാരമ്പര്യം പേറുന്ന ആ സമയത്ത് പെട്ടെന്ന് വികാസ് പുരുഷനായി മാറ്റിയ ഒരു പ്രതിച്ഛായയുമായിട്ട് വന്ന നരേന്ദ്രമോദിക്ക് 272 അല്ലെങ്കിൽ 273 എന്ന മാജിക് ഫിഗറിൽ എത്താൻ പറ്റുമോ എന്നുള്ളത് വലിയൊരു സംശയമായിരുന്നു. അതുകൊണ്ട് തന്നെ BJP പറ്റാവുന്ന എല്ലാ സഖ്യകക്ഷികളെയും അതിന് കൂടെ ചേർക്കുകയും അങ്ങനെ ഒരു സഖ്യകക്ഷിയായിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ പ്രീപോൾ അലയൻസോട് കൂടിയാണ് അന്ന് BJP ആ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. രാംവിലാസ് പാസ്വാനെ പോലെയൊക്കെയുള്ള നേതാക്കൾ നമുക്ക് ഓർമ്മയുണ്ട്. തെരഞ്ഞെടുപ്പിന് വളരെ പെട്ടെന്ന്, ആ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് പെട്ടെന്ന് മുൻപ് തന്നെ അദ്ദേഹം BJP NDA പാളയത്തിലേക്ക് ചേക്കേറുകയും, എന്നാൽ നിതീഷ് കുമാർ അന്ന് U-ടേൺ അടിച്ച് UPA സഖ്യത്തിലേക്ക് വരികയൊക്കെ ചെയ്ത വലിയ കാര്യങ്ങളുണ്ട്. അപ്പൊ അന്ന് ഈ BJP ഇവർക്കൊക്കെ മന്ത്രിസ്ഥാനങ്ങൾ കൊടുത്തു എന്ന് പറയുന്നത് BJPയുടെ ഒരു ഔദാര്യമാണ്. ശരിയാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ പലപ്പോഴും BJPക്ക് ചില സംസ്ഥാനങ്ങളിൽ സീറ്റുകൾ കിട്ടാനൊക്കെ ഈ സഖ്യകക്ഷികളെ തന്നെ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. ഈ കോൺഗ്രസിന്റെ 91 മുൻപുള്ള കാര്യം, അല്ലെങ്കിൽ 89 മുമ്പുള്ള കാര്യം പറയുകയാണെങ്കിൽ, അന്ന് സംസ്ഥാനങ്ങളിൽ പോലും എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലെ ADMK ആയിട്ട് ഉള്ള സഖ്യമുണ്ടായിരുന്നു. കേരളത്തിൽ UDF എന്ന നിലയ്ക്ക് CPIയും മറ്റ് ചെറുകക്ഷികളുമായിട്ടൊക്കെയുള്ള സഖ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതിനപ്പുറത്ത് ഹിന്ദി ഹൃദയഭൂമിയിലോ അല്ലെങ്കിൽ പ്രധാന സംസ്ഥാനങ്ങളിലൊന്നും ഒരു സഖ്യം പോലും ഉണ്ടായിരുന്നില്ല പഴയ കോൺഗ്രസിന്റെ പ്രതാപകാലത്ത്. എന്നാൽ BJPക്ക് 2014 സർക്കാരിന്റെ കാലത്താണെങ്കിലും 19 സർക്കാരിന്റെ കാലത്താണെങ്കിലും മറ്റ് പല സംസ്ഥാനങ്ങളിലും അവർക്ക് സഖ്യ സർക്കാരുകൾ ഉൾപ്പെടെ സഖ്യകക്ഷികൾ, അകാലിദളിന്റെയൊക്കെ കാര്യമെടുത്താൽ ഒത്തിരി സഖ്യകക്ഷികളുമായിട്ട് അവർക്ക് പലതരത്തിലുള്ള ഡീലുകൾ അവർക്ക് നടത്തേണ്ടി വന്നു. കാരണം അല്ലെങ്കിൽ അവർക്ക് സംസ്ഥാനങ്ങളിൽ അതിന് വില കൊടുക്കേണ്ടി വരുമായിരുന്നു. അപ്പോൾ അതൊരു ഔദാര്യം എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ സാങ്കേതികമായിട്ട് ഇവിടെ ശ്രീ യുവരാജ് ഗോകുൽ പറഞ്ഞതുപോലെ അവർക്ക് മന്ത്രിസ്ഥാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴതല്ല അവസ്ഥ. ഇപ്പോൾ നരേന്ദ്രമോദിക്ക് നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുവിനെയും സുഖിപ്പിച്ച് നിർത്തേണ്ട ഒരു പരിതസ്ഥിതിയിലാണ് നരേന്ദ്രമോദി എത്തിയിരിക്കുന്നത്. നിതീഷ് കുമാർ ആണെങ്കിലും ചന്ദ്രബാബു നായിഡു ആണെങ്കിലും കാലുവാരാൻ നല്ല കഴിവുള്ള ആൾക്കാരാണ്. അവരുടെ പാരമ്പര്യവും ചരിത്രവും അതാണ്. 94
എന്താണ് NTR-നെ തന്നെ സാക്ഷാൽ NTR-നെ കാലുവാരി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയ ആളാണ് ചന്ദ്രബാബു നായിഡു. അതിനുശേഷം 2019 നരേന്ദ്രമോദിയെ, പ്രധാനമന്ത്രിയെ ഒരു ഭീകരവാദി എന്ന് വിളിച്ച ചരിത്രം ചന്ദ്രബാബു നായിഡുവിനുണ്ട്. അതിനുശേഷം നിതീഷ് കുമാറിന്റെ കാര്യമാണെങ്കിൽ അദ്ദേഹം ഏത് സമയത്ത് എപ്പോൾ വേണമെങ്കിലും അദ്ദേഹത്തിന് സഖ്യം മാറാൻ കഴിവുള്ള ഒരാളാണ്. ഈ വർഷം തന്നെ അവസാനം നടക്കുന്ന ഇപ്പൊ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ജാർഖണ്ഡിലും BJP തോറ്റുപോയാൽ, പെട്ടെന്ന് ഒരു പ്രതീതി മാറ്റം ഉണ്ടായാൽ നിതീഷ് കുമാറിന് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ കോൺഷ്യൻസ്, അദ്ദേഹത്തിന്റെ അന്തരാത്മാവ് ചിലപ്പോൾ അദ്ദേഹത്തോട് പറയും ഇനി തിരിച്ച് ഇന്ത്യ മുന്നണിയിൽ വരാൻ. കാരണം കഴിഞ്ഞ ദിവസം അദ്ദേഹം നരേന്ദ്രമോദിയുടെ കാല് പിടിക്കുന്നുണ്ടായിരുന്നു. ആ കാല് പിടിക്കൽ തന്നെ വളരെ വിചിത്രമായിട്ട് എനിക്ക് തോന്നി. അത് കാലുവാരലിന്റെ നന്ദി കുറിക്കുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. എന്തായാലും പഴയതുപോലെയല്ല ഇത്തവണ. റെയിൽവേ മിനിസ്ട്രി കൊടുത്തോ എന്നാണ് ശ്രീ യുവരാജ് ഗോകുൽ ചോദിക്കുന്നത്. UPA-യുടെ കാലത്ത്, അതിന് മുൻപുള്ള NDA-യുടെ കാലത്ത് പ്രതിരോധ വകുപ്പ് വരെ ജോർജ് ഫെർണാണ്ടസിന് കൊടുത്ത ചരിത്രം NDA-ക്കുണ്ട്. ഇത്തവണ അതുപോലെയുള്ള പ്രതിരോധ വകുപ്പൊന്നും കൊടുത്തില്ലെങ്കിൽ പോലും നിതീഷ് കുമാറിന്റെ പാർട്ടിയാണെങ്കിലും ചെറുകക്ഷികൾ തീർച്ചയായും മമതാ ബാനർജി കൈകാര്യം ചെയ്തിരുന്നു. ഇത്തവണ എല്ലാവരും അവരുടെ പൗണ്ട് ഓഫ് ഫ്ലഷ്, അവർക്ക് എന്താണ് വേണ്ടത്, അവര് പരമാവധി അതെ അവര് പരമാവധി എല്ലാം എക്സ്ട്രാക്ട് ചെയ്യാനാണ് സാധ്യത. അവർക്ക് കിട്ടേണ്ട സാധനങ്ങളെല്ലാം അവർ പരമാവധി വാങ്ങിച്ചെടുക്കും. കാരണം BJPക്ക് ഈ കക്ഷികളെയൊക്കെ ഇനിയും 2025 ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അതിനധികം ദൂരമില്ല. ഒരു വർഷത്തെ കഴിഞ്ഞാൽ ബീഹാറിൽ വലിയ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അവിടെ JDU കൂടെ ഇല്ലെങ്കിൽ BJPക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മുൻനിർത്തി BJPക്ക് കുറെ ഔദാര്യങ്ങൾ അല്ലെങ്കിൽ കുറെ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് നിസ്സംശയം പറയാം. ഞാൻ നിജേഷിലേക്ക് വരുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ഒന്ന് യുവരാജിലേക്ക് പോകുന്നത്, താങ്കൾ ഈ പറഞ്ഞതുപോലെയാണ് എങ്കിൽ പോലും ഈ രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ അവസാന കാലഘട്ടമായപ്പോഴേക്കും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഘടകകക്ഷികൾക്കൊന്നും തന്നെ ഒരു ക്യാബിനറ്റ് റാങ്ക് മന്ത്രിമാർ ഉണ്ടായിരുന്നില്ല എന്നാണ്. താങ്കൾ ഈ പറഞ്ഞതുപോലെ അത്താവാലയും അനുപ്രിയ പട്ടേലും ഒക്കെ സഹമന്ത്രിമാരായിരുന്നു. അതായിരുന്നു സാഹചര്യം. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. ഈ 14 ഘടകകക്ഷികളല്ലേ ഉള്ളത്. അതിൽ ആര് സമ്മർദ്ദം ചെലുത്തിയാലും അവർക്ക് എന്തെങ്കിലും പരിഗണന കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ആകെ തുകയായി മാറുന്നത് അടുത്ത 5 വർഷം ഈ 2 ടേമുകളിൽ ഇരുന്നതുപോലെ പ്രധാനമന്ത്രിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളതാണ്. നമ്മൾ ഈ മന്ത്രിസഭ എന്നതിലേക്ക് മാത്രം ചുരുങ്ങാത്തത് കൊണ്ടാണ് ഞാൻ അതുകൂടി ആഡ് ചെയ്ത് ചോദിക്കുന്നത്. അപ്പോൾ BJP മുന്നോട്ട് വെച്ചിട്ടുള്ള പല പോളിസികളുമുണ്ട്. കഴിഞ്ഞ 2 ഘട്ടങ്ങളിൽ ഉന്നയിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികകളിൽ അടക്കം സൂചിപ്പിച്ചിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇനി അതത്ര സുഗമമാകുമോ? 3ാം മോദി സർക്കാരിന് ഈ 2 ഘട്ടങ്ങളിലേതുപോലെ ഏതാണ്ട് ഒറ്റയ്ക്ക് തീരുമാനമെടുത്തുകൊണ്ട് പോയി അതിലേക്ക് സഖ്യകക്ഷികളെ എത്തിക്കുക എന്നൊരു ഫോർമുലയ്ക്ക് പകരം സഖ്യകക്ഷികളുമായി ആദ്യം സംസാരിച്ച് അവരുമായി ആശയവിനിമയത്തിലെത്തി അതിൽ ഒരു അഭിപ്രായത്തിലേക്ക് എത്തിയതിനു ശേഷം മാത്രമല്ലേ പോകാൻ സാധിക്കൂ? അതും ഒരു പ്രധാന വെല്ലുവിളിയല്ലേ? ഞാൻ ഉദാഹരണമായി ഇപ്പോൾ ഈ കർഷക പ്രശ്നമുണ്ടാകുന്നു. ശിരോമണി അകാലിദൾ ആ ഘട്ടത്തിലാണ് മുന്നണി വിട്ടുപോകുന്നത്. അവിടെ BJP അതിൽ ഉറച്ചു നിൽക്കുന്നു. മുന്നണി വിടാം എന്ന ശിരോമണി അകാലിദളിൻ്റെ തീരുമാനത്തോട് ആ തീരുമാനം കൈക്കൊണ്ടുകൊള്ളൂ എന്ന് പറയാൻ സാധിക്കുന്നു. പക്ഷേ ഇനി അങ്ങനെയാണോ ശ്രീ യുവരാജ്? അഭിലാഷേ, ജനങ്ങള് എന്താണ് വിധിയായിട്ട് തന്നിരിക്കുന്നത്? ജനവിധി മാനിച്ചാണ് നമുക്ക് മുമ്പോട്ട് പോകേണ്ടത്. ജനങ്ങൾ നമുക്ക് വിധി എഴുതി തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. സ്വാഭാവികമായിട്ടും ഭരണം ആ തലത്തിൽ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടി വരും. ഇവിടെ 272 എന്ന് പറയുന്ന സംഖ്യ കടക്കുന്നത് സഖ്യകക്ഷികളെ കൂടി ചേർത്തിട്ടാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സഖ്യകക്ഷികളോടുകൂടി ചർച്ച ചെയ്ത് മാത്രമേ നമുക്ക് തീരുമാനങ്ങൾ എടുക്കുവാനും മുമ്പോട്ട് പോകുവാനും സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ മാത്രമാണല്ലോ അല്ലാതെ ഒരു പാർട്ടിക്ക് ഒറ്റയ്ക്ക് തീരുമാനമെടുത്ത് മുമ്പോട്ട് സാധിക്കുന്നത്. ഇപ്പൊ തീർച്ചയായിട്ടും ചർച്ച നടത്തണമെന്നുണ്ടെങ്കിൽ ചർച്ച അത്ര ബുദ്ധിമുട്ടിരിക്കുന്നത്. ഞാൻ അതാണ് അഭിലാഷ് ആദ്യം പറഞ്ഞത്. ഇന്ത്യയിൽ 200-ൽ താഴെ സംഖ്യയുള്ള ഒരു ഏക പാർട്ടിക്ക് ആദ്യമായിട്ട് ഘടകകക്ഷികളെ ചേർത്ത് നിർത്തി ഒരു ഫുൾ ടൈം ഭരിക്കാൻ സാധിച്ചത് അടൽ ബിഹാരി വാജ്പേയിയുടെ കാലഘട്ടത്തിലാണ്. അത് ചെയ്യാൻ കഴിയുമെന്ന് BJP കാണിച്ചിട്ടുണ്ട്. BJP അന്നും ഭാരതത്തെ വികസനത്തിന്റെ പാതയിൽ തന്നെയാണ് കൊണ്ടുപോയിരിക്കുന്നത്. സംശയമുണ്ടെങ്കിൽ 2004-ൽ അധികാരത്തിലേറുമ്പോൾ UPA 1-ന്റെ ആദ്യത്തെ ഫിനാൻസ് മിനിസ്റ്ററായത് ചിദംബരം തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വി ഹാവ് എ റോബസ്റ്റ് ഇക്കോണമി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് സുശക്തമായ ഒരു ഇക്കോണമിയാണ് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത് എന്നുള്ള തരത്തിലാണ് അദ്ദേഹം പോലും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ
അത് തന്നെയാണ് ഇപ്പോൾ ഇതാ ഇലോൺ മസ്ക് പ്രധാനമന്ത്രിയെ പ്രശംസിക്കുമ്പോഴടക്കം ഞങ്ങൾ ഇതാ വലിയ നിക്ഷേപവുമായി വരാൻ തയ്യാറെടുക്കുന്നു എന്ന് ഇലോൺ മസ്ക് പറയുന്നുണ്ട്. ഇന്ത്യയെ വലിയ ഒരു മുന്നേറ്റം നടത്തുന്ന രാജ്യമായി കാണുന്നു എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിന് നന്ദി അറിയിക്കുന്നുണ്ട് നരേന്ദ്രമോദി. ഇതൊക്കെ ശരിയാണ്. പക്ഷേ നയപരമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ BJPക്ക് ഇതുവരെ പുലർത്താൻ പറ്റിയിരുന്ന ഒരു മേധാവിത്വം അല്ലെങ്കിൽ ഒരു ഏകാധിപത്യ സ്വഭാവം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. എന്ത് ഏകാധിപത്യമാണ് അഭിലാഷ് അതിനകത്തുള്ളത്? എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞ കർഷക വിഷയം, എന്തുകൊണ്ടാണ് കർഷക വിഷയം ഉണ്ടാകുമ്പോൾ ഒരു മുന്നണിക്ക് സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പാർട്ടിക്ക് പുറകോട്ട് പോകേണ്ടി വരുന്നത്? ഇപ്പോൾ അഗ്നിവീർ പോലെയുള്ള സംവിധാനങ്ങളിലടക്കം ചില വിയോജിപ്പുകൾ ഉണ്ടായിരുന്നല്ലോ. അല്ല, ഇതിനകത്ത് കർഷക വിഷയത്തില് BJP കർഷക നിയമം കൊണ്ടുവന്നു. കർഷക നിയമം പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോഴും BJPക്ക് 303 MP പാർലമെന്റിനകത്തില്ലേ? ഏതെങ്കിലും ഘടകകക്ഷിയുടെ സമ്മർദ്ദം കൊണ്ടാണോ? അല്ലല്ലോ. അപ്പൊ മറ്റു ചില വിഷയങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് അതിനകത്ത് നിന്ന് റോൾ ബാക്ക് ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോ അതിന്റെ നിലപാടായിട്ടായിരിക്കും ഇപ്പൊ നിങ്ങൾ അതിനെ കാണുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ എന്താ BJPക്ക് അവിടെ നമ്പർ ഇല്ലാത്തത് കൊണ്ടാണോ 303 BJP അപ്പോഴും കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല ശ്രീ രാഹുൽ, ഞാൻ അതിലൊരു വലിയ തർക്കത്തിലേക്ക് പോകുന്നതല്ല. ഇപ്പോൾ BJP തങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ നടത്തിയിട്ടുള്ള വാഗ്ദാനങ്ങൾ അത് പലതായിരുന്നല്ലോ. ഇപ്പോൾ ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു മാറ്റും എന്നുള്ളത്, പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട വിഷയം, മുത്തലാഖ് പോലെയുള്ള വിഷയങ്ങൾ. ഈ വിഷയങ്ങളെല്ലാം പാർലമെന്റിലേക്ക് വന്നപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ആരോപണം എന്തായിരുന്നു? ഞങ്ങൾക്കിത് പഠിക്കാൻ പോലും സമയം നൽകുന്നില്ല. അപ്രതീക്ഷിതമായാണ് ഈ ബില്ലുകൾ മുന്നിലേക്ക് എത്തുന്നത്. അതിനെതിരെ പ്രതിപക്ഷം വലിയ വിമർശനം ഉന്നയിക്കുന്നു. ഇത് സ്വാഭാവികമായും ഒരു മുന്നണിയുടെ സംവിധാനമാകുമ്പോൾ ആ മുന്നണിക്കുള്ളവർ വിയോജിപ്പായി രേഖപ്പെടുത്തണമെന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില നീക്കങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇനി അതുപോലും സാധിക്കുന്ന ഒരു സാഹചര്യമല്ല. കാരണം ഘടകകക്ഷികൾ വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ പറ്റുന്നൊരു തരത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നു ഈ അംഗസംഖ്യയിൽ. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അത്തരത്തിൽ റിസ്ക് എടുത്ത് ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും രണ്ടാം ടൈമിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ആർട്ടിക്കിൾ 370 ആയിരുന്നാലും ശരി തന്നെയാണ്, CAA ആയിരുന്നാലും ശരി തന്നെയാണ്. ഇതൊക്കെ തന്നെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത്രയും റിസ്ക് എടുത്ത് ചെയ്യേണ്ടതായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ബാക്കി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യയുടെ പ്രോഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ മുത്തലാഖ് എന്ന് പറയുന്ന വിഷയത്തില് ഇവിടുത്തെ CPM-നും കേരളത്തിലെ കോൺഗ്രസിനും ഒക്കെ വേറൊരു അഭിപ്രായം ഉണ്ടാവുമായിരിക്കും. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പർട്ടിക്കുലർ വോട്ട് ബാങ്കിനെ പ്രകടിപ്പിച്ച് മാത്രമേ മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. മുത്തലാഖ് വിഷയം മുസ്ലിം സ്ത്രീകളുടെ അഭിപ്രായം എന്താണ്? ഇവരത് ചോദിച്ചിട്ടുണ്ടോ? മുസ്ലിം സ്ത്രീകളുടെ അഭിപ്രായം കൂടി പോയി ചോദിക്കാൻ പറയുന്നത്. മുസ്ലിം പുരുഷനെ മാത്രം പ്രകടിപ്പിച്ചാൽ പോരല്ലോ, മുസ്ലിം സ്ത്രീയോടും കൂടി ചോദിക്കണ്ടേ? അപ്പോ ഈ പറയുന്ന ഘടകകക്ഷികളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അകത്തൊക്കെ അവർക്ക് എതിരഭിപ്രായം ഉണ്ടാവുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. റൈറ്റ്, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ നിജേഷ്, എനിക്ക് കോൺഗ്രസിനെ കുറിച്ച് താങ്കളോട് ആവർത്തിച്ച് ചോദിക്കേണ്ടി വരുന്നത്, വളരെ നിർണായകമായ തീരുമാനങ്ങൾ കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും ഒക്കെ കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. താങ്കൾ ഈ സൂചിപ്പിച്ചതുപോലെ ഭാരത് ജോഡോ യാത്ര അത് വലിയ വിജയമായിരുന്നുവെന്ന് പൊതുവെ കോൺഗ്രസ് അഭിപ്രായപ്പെടുന്ന സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയാണ് ഇത്തരത്തിലൊരു വിജയത്തിന് വഴിയൊരുക്കിയത് എന്ന നിരീക്ഷണമുണ്ട്. തീർച്ചയായും അതൊക്കെ പാർട്ടിയുടെ ആഭ്യന്തര വിഷയമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ അടക്കം പരിശോധിക്കുമ്പോൾ ഈ അറ്റൻഡൻസ് ഡീറ്റെയിൽസിലൊക്കെ 51% എന്നൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഡിബേറ്റുകളിൽ പങ്കെടുത്ത എണ്ണം പരിശോധിച്ചാൽ അത് സ്വാഭാവികമായും അധിർ രഞ്ജൻ ചൗധരിക്കാണ് അധികമായി ഡിബേറ്റുകളിൽ ഉൾപ്പെടെ പങ്കെടുക്കാൻ സാധിക്കുന്നത്. രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പലപ്പോഴും രാഷ്ട്രീയ നിരീക്ഷകർ ഉന്നയിക്കുന്ന ഒരു വിമർശനം എന്നത് അദ്ദേഹം ഒരു ഫുൾ ടൈം പൊളിറ്റീഷ്യൻ അല്ലാത്ത മട്ടിലാണ് പലപ്പോഴും പെരുമാറുന്നതും ഇടപെടുന്നതും എന്നൊക്കെയാണ്. താങ്കൾ തന്നെ പറഞ്ഞതുപോലെ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തുള്ളൊരു വിജയമാണിപ്പോൾ കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിന് ലഭിച്ചത് എന്ന് ആ സഖ്യം തന്നെ വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇനി രാഹുൽ എന്ന നേതാവ് മാറുമോ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തുമ്പോൾ? അല്ല, ഒന്ന്, കഴിഞ്ഞ 5 വർഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രശ്നം അതൊന്ന് മണിപ്പൂരായിരുന്നു. മണിപ്പൂരിലേക്ക് ഓടിയെത്തിയ രാഷ്ട്രീയ നേതാവ് അത് രാഹുൽ ഗാന്ധിയായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ 2ാം ജോഡോ യാത്ര, ന്യായ് യാത്ര ആരംഭിച്ചത് മണിപ്പൂരിലായിരുന്നു. അവിടെ പോവരുത് എന്ന് ഗവൺമെൻറ് പറഞ്ഞിട്ടും അവിടെ പോയി. അവിടെയുള്ള 2 വിഭാഗങ്ങളെയും കണ്ടു. പ്രധാനമന്ത്രി ഈ നിമിഷം വരെ പോയിട്ടില്ല.
എന്ത് റിസൾട്ട് ഉണ്ടായി? അവിടെയുള്ള എല്ലാ വിഭാഗങ്ങളും ഒറ്റക്കെട്ടായി കോൺഗ്രസിന്റെ പിറകിൽ അണിനിരന്നതായിട്ട് നമ്മൾ കണ്ടു. അതാണ് രാഷ്ട്രീയ മാറ്റം. കഴിഞ്ഞ തവണ ഉണ്ടായ കഥുവ ഉൾപ്പെടെയുള്ള എല്ലാ പ്രദേശങ്ങളിലും പ്രയാസം അനുഭവിക്കുന്നിടത്തേക്ക് ആദ്യം ഓടിയെത്തിയ രാഷ്ട്രീയ നേതാവ് രാഹുൽ ഗാന്ധിയായിരുന്നു. അതിൻ്റെയൊക്കെ റിസൾട്ടാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ആളുകൾക്ക് വിശ്വാസമുണ്ടായി രാഹുൽ ഗാന്ധിയിൽ. അതുകൊണ്ടാണല്ലോ രണ്ടിടത്ത് മത്സരിച്ചിട്ടും 3.5 ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിൽ കിട്ടിയത്. നരേന്ദ്രമോദി BJPയുടെ കോട്ട 6 ലക്ഷത്തിനപ്പുറത്തേക്ക് വോട്ട് ടാർഗറ്റ് ചെയ്തെടുത്ത് 1.5 ലക്ഷത്തിലേക്ക് താഴ്ന്നു പോയി. അത് ജനങ്ങളുടെ മാൻഡേറ്റിന്റെ വളരെ കൃത്യമായ സൂചനയല്ലേ? ഞാൻ ശ്രീ ഗോകുലിനോട് പറയുന്നത്, ഞാൻ വേറെ വാഗ്വാദത്തിനൊന്നും പോകുന്നില്ല. ഗോകുൽ സമയം കിട്ടുമ്പോൾ കഴിഞ്ഞ 3 മാസം ഗോകുൽ നേരിട്ട് പങ്കെടുത്ത ചർച്ചകളിൽ താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് വെറുതെ റിവൈൻഡ് ചെയ്ത് കേൾക്കുക. നിങ്ങളുടെ അഹങ്കാരവും നിങ്ങളുടെ അഹന്തയും നിങ്ങളുടെ ഭാഷയും ഒക്കെ ഒന്ന് പഠിക്കുക. അവിടുന്ന് ഇപ്പം നിങ്ങൾ എത്തി നിൽക്കുന്ന ഒരു പൊസിഷനുണ്ട്, ആ പൊസിഷനും ഒന്ന് പഠിക്കുക. ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾക്ക് കോൺഗ്രസിൽ നേതാവില്ലാത്തത് കൊണ്ടല്ലല്ലോ 3.5 ലക്ഷം വോട്ടുകൾക്ക് ഇങ്ങ് വയനാട്ടിലും അങ്ങ് റായ്ബറേലിയിലും തെരഞ്ഞെടുത്തത്. നേതാവ് ഉള്ളത് കൊണ്ടാണല്ലോ. നിങ്ങളുടെ നേതാവിനെ ഇനി ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വോട്ടിന് ജയിച്ചതും കോൺഗ്രസ് ആണ്. അസാമിലാണ് കോൺഗ്രസ് ആണ് ഏറ്റവും വലിയ 10 ലക്ഷത്തിലധികം വോട്ടുകൾക്ക് ജയിച്ചത്. സ്ഥാനാർത്ഥി തള്ളിപ്പോയ ഇൻഡോറിൽ പോലും ജയിക്കുന്നതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസ് ജയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസിന് ആശങ്കയില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ലാതായി പോയെടുത്തുനിന്ന്, തല്ലി തകർത്തെടുത്തുനിന്ന്, ഞങ്ങളുടെ നേതാക്കന്മാരെ മുഴുവൻ റാഞ്ചി കൊണ്ടുപോയെടുത്തുനിന്ന് പുനർജന്മമാണ് കോൺഗ്രസിനുണ്ടായിരിക്കുന്നത്. ആ കോൺഗ്രസിനെ വെറുതെ ഉണ്ടായതല്ല, അധ്വാനിച്ച് ഉണ്ടാക്കിയതാണ്. രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ഈ ശ്രീ ആനന്ദ് കൊച്ചുകൂടി പോലും പല ചർച്ചകളിലും രാഹുൽ ഗാന്ധിയെ പേടിച്ചോടുന്നവൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ വെച്ച് ഞങ്ങൾ വിരുദ്ധ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പേടിച്ചോടിയ ആളല്ല, മുന്നിൽ നിന്ന് നയിച്ച ആളാണ് രാഹുൽ ഗാന്ധി. നിങ്ങൾ നോക്ക്, AICC ആസ്ഥാനത്ത് ഞങ്ങൾ തലേദിവസം പന്തൽ കെട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ചക്ക വീണ് മൊയലിനെ കിട്ടിയതല്ല. ഞങ്ങൾ തലേ ദിവസം തന്നെ പന്തലിട്ടുണ്ട്. ഞങ്ങൾ ഈ പറഞ്ഞ 295 എത്തിയിട്ടില്ല എന്ന് സമ്മതിക്കുമ്പോൾ തന്നെ ഞങ്ങൾ ആത്മവിശ്വാസത്തിലായിരുന്നു ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഇനി ത്രൂ ഔട്ട് ദ എലക്ഷൻ എവിടെയെങ്കിലും രാഹുൽ ഗാന്ധി മോശമായ ഒരു വാക്ക് ഉപയോഗിച്ചോ? രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഉപയോഗിച്ച വാക്കെന്താ? അദ്ദേഹം യുവരാജ് ഗോകുൽ വാജ്പേയിയുടെ കാര്യം പറയുമ്പോൾ, വാജ്പേയി കൊളീഷൻ ഗവൺമെന്റ് കൊണ്ടുപോയ കാര്യം പറയുമ്പോൾ വാജ്പേയിയുടെ ജീവിതകാലത്ത് പറയാത്ത വാക്കുകളും പ്രവൃത്തിയുമാണ് നരേന്ദ്രമോദി ഇന്നുണ്ടായത്. 1ാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇത് മുസ്ലിങ്ങൾക്കുള്ളതാണ്, പാകിസ്ഥാന്റെ അജണ്ടയാണ്, മുസ്ലിം ലീഗിന്റെ അജണ്ടയാണ്, പാകിസ്ഥാനിലുള്ള ആളുകളാണ് രാഹുൽ ഗാന്ധിയെ നോക്കുന്നത്. അവസാനം പറഞ്ഞ് എവിടെ എത്തി? ഞാൻ ഒരു ജൈവിക ജനനമല്ല, ഞാനൊരു ദൈവപുത്രനാണ്, ഞാൻ ദൈവത്തിന്റെ അവതാരമാണ് എന്ന് വരെ പറഞ്ഞ് അവസാനം ധ്യാനമിരുന്നു. ഇതെല്ലാം കാണുന്നുണ്ട് ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ. അപ്പൊ ദൈവത്തിന് 1.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കൊടുത്തത്, മനുഷ്യന് 3.5 ലക്ഷത്തിലധികം ഭൂരിപക്ഷമാണ് കൊടുത്തത്. ആ ദൈവവും മനുഷ്യനുമായിട്ടുള്ള പോരാട്ടമാണ് നടക്കുന്നത്. ദൈവത്തിന് ഇനി ഞാൻ ഒറ്റ കാര്യം കൂടി ചോദിക്കുന്നു, മോദിക്ക ഗ്യാരണ്ടി ഇനി നിതീഷ് കുമാറിന്റെ ഗ്യാരണ്ടിയും ചന്ദ്രബാബു നായിഡുവിന്റെ ഗ്യാരണ്ടിയും ഒക്കെ കൂട്ടിച്ചേർക്കണ്ടേ? മോദിയുടെ ഗ്യാരണ്ടി അംഗീകരിക്കാൻ ഇവർ തയ്യാറാവോ? മോദിയുടെ BJPയുടെ അജണ്ട മുസ്ലിം സംവരണം വേണമെന്ന് വാദിക്കുന്ന ആളാണ് ചന്ദ്രബാബു നായിഡു. മുസ്ലിങ്ങൾക്കൊന്നും കൊടുക്കരുത് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് BJP. നിതീഷ് കുമാർ ഒരു ഘട്ടത്തിൽ ജാതി സെൻസസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിതീഷ് കുമാറിന്റെ നിലപാടുണ്ട്. അതാണ് BJPയുടെ നിലപാട്. വൈരുദ്ധ്യങ്ങളുണ്ട്. മുന്നണി എന്ന് പറയുമ്പോൾ വൈരുദ്ധ്യങ്ങളുടെ ഒരു മുന്നണിയാണ്. പിന്നെ പിടിച്ചു കൂട്ടിക്കൊണ്ടുവന്ന പിളർത്തിയ ED വെച്ച് എടുത്ത മേഘനാഥ് ഷിൻഡെയുടെ 6 ആളുകൾ അവരെ ഏത് നിമിഷം വേണേ എങ്ങോട്ട് പോകാം. കാരണം എന്താ? ED പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്ന ആളുകളാ. അതുകൊണ്ട് കെട്ടുറപ്പുള്ള മുന്നണി എന്നുള്ളതൊക്കെ BJPയെ സംബന്ധിച്ചിടത്തോളം കെട്ടുകഥയാണ്. പാർലമെന്റിൽ കാണാം, നമ്മൾ ചലഞ്ച് ചെയ്യുന്നു. 10 മണിക്ക് ജയ് ശ്രീറാം വിളികളുമായി മുഖരിതമായ ഇന്ത്യൻ പാർലമെന്റ് മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന വിളി വരുന്ന പാർലമെന്റാണ് തിരിച്ചു വരാൻ പോകുന്നത്. ഭരണഘടന, ഞാൻ ഒറ്റ കാര്യം കൂടി പറയുന്നു, ഇന്ത്യയുടെ ഭരണഘടന മാറ്റും എന്ന് പറഞ്ഞ BJPക്കാർ 400 സീറ്റ് കിട്ടിയാൽ ഭരണഘടന മാറ്റും എന്ന് പറഞ്ഞു. ആ ഭരണഘടനയുമായിട്ടാണ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലുടനീളം പോയത്. അവസാനം മോദി ആ വഴിയിലേക്ക് തിരിച്ചു വന്നു. രാഹുൽ ഗാന്ധിയെ, ഒരു പുതിയ രാഹുൽ ഗാന്ധിയെ ഈ സഭയിൽ താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, രാഹുൽ ഗാന്ധിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കാര്യമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഒരു പരിധിവരെ ഫലപ്രദമായിട്ട് അദ്ദേഹത്തിന് 100 സീറ്റിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട് കോൺഗ്രസിന്. പക്ഷെ അതുകൊണ്ട് മാത്രമായോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഏറ്റെടുക്കുന്നത് നല്ലൊരു സൂചനയാണ്. ഇത്രയും കാലം അദ്ദേഹം പദവികൾ ഏറ്റെടുക്കാനൊക്കെ അദ്ദേഹത്തിന് പല കാരണങ്ങളും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വൈമുഖ്യമുണ്ടായിരുന്നു. കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് തന്നെ അദ്ദേഹം 1.5 വർഷം മാത്രമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം പ്രധാനമന്ത്രി മോദിയുടെ കൂടെ
പല കമ്മിറ്റികളിലും, കാരണം പ്രതിപക്ഷ നേതാവ് എന്ന പദവി ഉള്ളത് കൊണ്ട് പല കമ്മിറ്റികളിലും പങ്കെടുക്കേണ്ടി വരും. കുറെ കാലം 2014 ശേഷം കുറെ കാലം നരേന്ദ്രമോദി എന്ന പേര് പോലും ഉച്ചരിക്കാൻ കോൺഗ്രസിന്റെ നേതാക്കൾ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയെ അംഗീകരിച്ചുകൊണ്ട്, എന്നാൽ അദ്ദേഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ സർക്കാരിനെ എത്രയും വേഗം അല്ലെങ്കിൽ 2029 റീപ്ലേസ് ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹത്തിന് ഉയരാൻ പറ്റുമോ എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിക്ക് മുമ്പിലുള്ള ചാലഞ്ച്. അത് അദ്ദേഹത്തിന് ഇനിയുള്ള 5 വർഷത്തിലാണ് തെളിയിക്കേണ്ടത്. ഇത്രയും കാലം അദ്ദേഹം പ്രവർത്തിച്ചതിന്റെ ഒരു ഫലം, പ്രത്യേകിച്ചും ഈ ഭാരത് ജോഡോ യാത്രയുടെ ഒരു ഫലമായിട്ട് അദ്ദേഹത്തിന് ഇമേജ് നന്നാക്കാൻ പറ്റിയിട്ടുണ്ട്. കോൺഗ്രസിന് 100 സീറ്റ് കിട്ടിയിട്ടുണ്ട്. അത് ഇനി അടുത്ത 5 വർഷത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ അടിസ്ഥാനപ്പെടുത്തി. ശ്രീ യുവരാജ് ഗോകുൽ, താങ്കൾ ആ ഭൂരിപക്ഷം പറഞ്ഞപ്പോൾ മാത്രം ഒന്ന് കൈ ഉയർത്തി. എനിക്ക് സമയമില്ല, എങ്കിൽ പോലും ഒരു 30 സെക്കൻഡിൽ അവസാനിപ്പിക്കണം. ഭൂരിപക്ഷം മാത്രമല്ല, ഈ ഭൂരിപക്ഷം എന്ന് പറയുന്നത് നരേന്ദ്രമോദി സേഫ് സീറ്റ് നോക്കി പോയി മത്സരിക്കുന്ന ഒരാളല്ല. അമിത്ഷായുടെ ഭൂരിപക്ഷം 7.5 ലക്ഷത്തിന് മുകളിലാണ്, 8 ലക്ഷത്തിന് അടുത്തുണ്ട്. ശിവരാജ് സിംഗ് ചൗഹാൻ പക്ഷേ സേഫ് സീറ്റ് അല്ല എങ്കിലും ആ മണ്ഡലമായിരുന്നു പ്രധാനമന്ത്രിയുടെ അതേ മണ്ഡലത്തിൽ തന്നെയാണ് മത്സരിച്ചത്. മനസ്സിലായോ? അല്ലാണ്ട് വയനാട്ടിലേക്ക് സേഫ് സീറ്റ് നോക്കി ശരി എന്തായാലും ഇത് ശ്രദ്ധിക്കൂ. തിളങ്ങുമോ മൂന്നാം മോദി സർക്കാർ എന്നതിന് 60,000 പേരാണ് ഇതുവരെ വോട്ട് ചെയ്തത്. അതിൽ 49% ആളുകളാണ് ഇപ്പോൾ വിശ്വാസം പുലർത്തുന്നത് എങ്കിൽ 48% ആളുകൾ ആ പ്രതീക്ഷ പുലർത്തുന്നില്ല. ഇഞ്ചോടിഞ്ചാണ് ഇവിടെ വോട്ടിംഗ് ശതമാനം എന്നുകൂടി ഈ പാനലിൽ പങ്കെടുത്ത എല്ലാ അതിഥികളെയും, പ്രത്യേകിച്ച് നിജേഷിനെയും യുവരാജ് ഗോകുലിനെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കട്ടെ. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം. ഭരണത്തിനെതിരായ